വീണ്ടും വരുന്നവനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നല്ല നാമം ഈ നല്ല സമയം നമ്മുടെ മധ്യവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഈ വർഷത്തിൻ്റെ പ്രാരംഭ ഞായറാഴ്ചയിൽ നല്ലവനും വിശ്വസ്തനും സ്തുത്യനുമായ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാനും സർവകൃപാലുവായ ദൈവം നമുക്കേവർക്കും ഒരുക്കി തന്ന വിലയേറിയ നല്ല സാവകാശത്തിനായി, നല്ല അവസരത്തിനായി ആ നല്ല കർത്താവിനെ ഒരുമിച്ച് നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ആ നല്ല കർത്താവിൻ്റെ നാമം മാത്രം ഉയരുവാൻ തക്കവിധം എല്ലാവരും ഒരുമിച്ച് ആ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഈ വർഷത്തിൻ്റെ പ്രാരംഭ ഞായറാഴ്ചയിൽ നമ്മെ തൻ്റെ സന്നിധിയിൽ ചേർത്ത് നിർത്തിയിരിക്കുന്ന നല്ല കർത്താവിൻ്റെ സ്നേഹത്തിനായി ഒരുമിച്ച് കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ ആ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവേ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. സ്തുതിക്കുന്ന കർത്താവേ, ഒരുമിച്ച് നല്ല കർത്താവിനെ അധരങ്ങളെ തുറന്ന് ഹൃദയങ്ങളെ തുറന്ന് കഴിഞ്ഞൊരു വർഷം മുഴുവൻ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാന ദിവസം വരെയും നമ്മെ പരിപാലിച്ച നാം വീണു പോകുമെന്ന് നമ്മൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ സമയങ്ങളിൽ, ലോകം നമ്മെ നോക്കി വിളിച്ചു പറഞ്ഞ സമയത്ത് പിശാച് മനുഷ്യരും വാദിച്ചെഴുന്നേറ്റ സ്ഥാനത്ത് നമ്മെ നിലനിർത്തിയ, നമ്മെ പരിപാലിച്ച നല്ല കർത്താവിനെ ഒരുമിച്ച് ശക്തിയോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ നല്ല കർത്താവിനെ ഇന്ന് പകലും സ്തുതിച്ചാട്ടെ. പുതിയൊരു വർഷം അനുഗ്രഹമാക്കി തീർക്കുവാൻ പോകുന്ന നല്ല കർത്താവിനെ, നമ്മെ കരം പിടിച്ച് നടത്തുവാൻ പോകുന്ന നല്ല കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, നന്ദി യേശുവേ, നന്ദി രാജാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, പുതുവർഷത്തെ തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ, ഏറ്റവും അനുഗ്രഹകരമായ അനുഭവമായി ഈ പുതുവർഷത്തെ അങ്ങ് മാറ്റുവാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നന്ദി യേശുവേ, നന്ദി രാജാവേ, നന്ദി കർത്താവേ. ഈ ആണ്ടിന്റെ ആരംഭത്തിലും ജീവനുള്ളവരുടെ ദേശത്ത് ഞങ്ങളെ ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി, അങ്ങയുടെ നന്മ കാണുവാൻ, അങ്ങ് ഒരുക്കിയിരിക്കുന്ന ശ്രേഷ്ഠത അനുഭവിക്കുവാൻ ഞങ്ങളെ ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഹോളിനകത്തായിരിക്കുന്നവർ, ലൈവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടായിരിക്കുന്നവർ, തുടർന്ന് ഞങ്ങളെ വീക്ഷിക്കുവാൻ പോകുന്നവർ, നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. അകത്തും പുറത്തുമായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും നല്ല കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് നടക്കുന്ന വിശുദ്ധ സഭാരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കുവാൻ പ്രാപ്തിയുള്ളവൻ, അനുഗ്രഹിക്കുവാൻ മനസ്സുള്ളവൻ, അനുഗ്രഹിക്കുവാൻ ഇഷ്ടപ്പെട്ട് നമ്മെ വിളിച്ചിരിക്കുന്നു. ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, അനുഗ്രഹിക്കുവാൻ ഇഷ്ടപ്പെട്ട് കർത്താവ് നമ്മെ അവൻ്റെ സന്നിധിയിൽ വിളിച്ചിരിക്കുന്നു. നീ വിശ്വസ്തയോടെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമെങ്കിൽ 2025 കർത്താവ് നിശ്ചയമായും നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ കാണുവാൻ കഴിയാത്ത ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് കർത്താവ് നടത്തുക തന്നെ ചെയ്യും. ഒപ്പമായിരിക്കുന്നവർ, കേട്ടുകൊണ്ടായിരിക്കുന്നവർ, കേൾക്കുവാൻ പോകുന്നവർ, നിങ്ങൾക്കായി ആമേൻ നല്ല കർത്താവിന്റെ നാമത്തിൽ ഈ പുതുവർഷത്തെ അനുഗ്രഹിച്ച് ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടഞ്ഞാട്ടെ. ഈ 2025 പ്രാരംഭ ദിവസം, പ്രാരംഭ സഭാരാധനയുടെ ദിവസം ഒരുമിച്ചായിരിക്കുന്നവർ കണ്ണുകളെ അടച്ച്, വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ വർഷത്തിന്റെ പ്രാരംഭ ഞായറാഴ്ചയിൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇപ്പോൾ ഇവരുടെ ഹൃദയത്തിനകത്ത് എന്ത് ഇച്ഛിച്ച്, എന്ത് ആഗ്രഹിച്ച്, എന്ത് വിശ്വസിച്ചായിരിക്കുന്നുവോ അത് അങ്ങനെ തന്നെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. യെസ്, സഭയുടെ അധികാരത്തിൽ നസ്രനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അവരുടെ ആഗ്രഹത്തെ, അവരുടെ പ്രതീക്ഷയെ, അവരുടെ ഇഷ്ടത്തെ ആശീർവദിക്കുന്നു കർത്താവേ. അത് അനുഗ്രഹമായി ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ. ഈ ഓരോ വ്യക്തികളെയും ആണ്ടിന്റെ ആരംഭം കണ്ടവർ അവസാനം കണ്ട് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം അങ്ങ് അവസരങ്ങളെ നൽകണമേ. സാഹചര്യങ്ങളെ അനുകൂലമാക്കി തീർക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സഭയുടെ പേരിലും ഞങ്ങളുടെ വ്യക്തിപരമായ പേരിലും പ്രൈസ്ഡ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രി എന്ന ഞങ്ങളുടെ മിനിസ്ട്രിയുടെ പേരിലും നിങ്ങൾക്കുള്ള പുതുവത്സര ആമേൻ സ്തോത്രം ആശംസകളെ അറിയിക്കുന്നു. ദൈവം എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കുകയും സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും സന്തോഷത്തോടെ നിങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട, നിങ്ങൾ ഒരിക്കലും മറക്കുവാനിടയില്ലാത്ത നല്ലൊരു വർഷം നിങ്ങൾക്ക് നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വെറുതെ ആശംസിക്കുക മാത്രമല്ല, കഴിഞ്ഞ ചില നാളുകളായി ആമേൻ നിങ്ങൾ ഔവിധത്തിൽ ഈ 2025 അനുഗ്രഹിക്കപ്പെട്ട
രക്ഷിക്കപ്പെടണമെന്ന സ്തോത്രം വാശിയോടെ അല്ലെങ്കിൽ ആ നിർബന്ധത്തോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ 2005 കർത്താവ് ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആ കർത്താവ് തന്ന ആലോചനകളെ പ്രവചനദൂതായി ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒപ്പമായിരുന്നാട്ടെ. വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് നമ്മെ ആമേൻ സ്തോത്രം കർത്താവിനെ ഏറെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മെ ബലപ്പെടുത്തിയ കൊയറിനെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. പിന്നെയും കർത്താവ് പ്രിയപ്പെട്ടവരെ ശക്തീകരിക്കട്ടെ, അവരെ ഒരുക്കട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 4-ാമത്തെ വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 4-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. അമേൻ. ഇത് യഹോവയാൽ ഉണ്ടായത് എന്ന് അവൻ്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. അവൻ ഫെലിസ്ത്യരുടെ നേരെ ഒരവസരം അന്വേഷിക്കുകയായിരുന്നു. ആ കാലത്ത് ഫെലിസ്ത്യരായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത്. ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, കേൾപ്പിച്ച വചനത്തിനു മുമ്പിൽ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ ഒരു വർഷം മുഴുവൻ മനുഷ്യനും പിശാചും അവർ ഒരുക്കുന്ന പദ്ധതികളെയും വാഴുവാനും ജയാളികളായി തീരുവാനും തക്കവണ്ണം ഇന്ന് പകലിൽ അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളോടങ്ങ് സംസാരിക്കണമേ കർത്താവേ. പലവിധ ആവശ്യങ്ങളുമായി ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട്. യേശുവേ, നല്ല കർത്താവേ, ആവശ്യങ്ങൾ അറിയിച്ച് ലൈവിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും, രോഗികളായി ഇതിനകത്തായിരിക്കുന്നവർ, പലവിധ ആവശ്യങ്ങളുമായി ആയിരിക്കുന്നവർ, ഈ മെസ്സേജ് കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് യേശു എന്നെ സന്ദർശിച്ചു, യേശു എന്നോട് സംസാരിച്ചു, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഞാൻ അനുഭവിച്ചു എന്ന് ഉച്ചത്തിൽ വിളിച്ച് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം അങ്ങയുടെ വലിയൊരു പ്രവൃത്തി ഈ ജനത്തിനുമേൽ അങ്ങ് അയക്കണമേ കർത്താവേ. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഇവർ ആയിരുന്നാലും, ഏതവസ്ഥയിൽ ഇവർ ആയിരുന്നാലും ദൈവ സാന്നിധ്യം ഇന്നിവർ അനുഭവിക്കട്ടെ. ചില വർഷങ്ങളായി കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ കാത്തിരിക്കുന്നവർ, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു, ഇതിന് പിന്നിലെ ദൈവിക ഉദ്ദേശം എന്താണ്, പലരോടും ചോദിച്ച് ഉത്തരം കിട്ടാതെ ഭാരത്തോടെ ആയിരിക്കുന്നവർ, യേശുവേ, ഇന്ന് ആ ഉത്തരം ആമേൻ അവർക്ക് ലഭിച്ച് അവർ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. വിടുതലിനായി കാത്തിരിക്കുന്നവർ ഇന്ന് അങ്ങയുടെ വചനത്താൽ സൗഖ്യമാകട്ടെ. വഴികൾ തുറന്നു കിട്ടേണ്ടവർ, പ്രതീക്ഷയോടെ നോക്കുന്നവർ, അവരുടെ കാത്തിരിപ്പിന് ഇന്ന് അങ്ങയുടെ വചനത്താൽ അറുതി ആവട്ടെ. കണ്ണുനീരും നിരാശയും വേദനയും മാറി ദൈവിക സമാധാനവും സ്വർഗീയ സന്തോഷങ്ങളും അനുഭവിക്കുന്ന പുതിയ വർഷം ദൈവത്തിൻ്റെ വചനത്താൽ പ്രവചന ദൂതിനാൽ ആമേൻ അത് നിവർത്തിയായി മാറട്ടെ. വിശ്വസിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദൂത് ആമേൻ സ്തോത്രം നിങ്ങൾക്ക് കൈമാറി മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. രക്ഷപ്പെടുവാനുള്ള അവസരം ഇത് തന്നെ. 2025 പ്രാരംഭ ദിവസങ്ങളിൽ നിന്ന് ഈ വർഷം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അനേക അവസരങ്ങളെ ഒരുക്കി തരും. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. വിശ്വസിക്കുന്നവർക്ക് ദൈവം ഈ വർഷം അവസരങ്ങളെ ഒരുക്കി തരും. ആവർത്തിച്ചു പറയട്ടെ, നിങ്ങൾ കാത്തിരുന്ന ആമേൻ അവസരം ആമേൻ ഈ വർഷം ഇതാ വന്നെത്തിയിരിക്കുന്നു. ആമേൻ സ്തോത്രം. ആ കാത്തിരിപ്പിന് അറുതി വരുന്ന വർഷത്തിന്റെ പ്രാരംഭ ഞായറാഴ്ചയിലത്രേ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഒത്തിരി നാളായുള്ള കാത്തിരിപ്പിന്, ആവർത്തിച്ചു പറയട്ടെ, ചില വർഷങ്ങളായി തന്നെയുള്ള കാത്തിരിപ്പിന്, ചില വർഷങ്ങളായുള്ള അലച്ചിലിന്, ചില വർഷങ്ങളായുള്ള നെട്ടോട്ടത്തിന് ദൈവം അറുതി വരുത്തുവാൻ തക്കവണ്ണം അവസരം നിങ്ങൾക്ക് ഒരുക്കി തരും. ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, നിങ്ങളുടെ കണ്ണുനീരിനും നിങ്ങളുടെ വേദനയ്ക്കും നിങ്ങളുടെ നിരാശയ്ക്കും നിങ്ങളുടെ കരച്ചിലിനും അറുതി വരുവാൻ ദൈവം അവസരം ഒരുക്കി തരും. ആമേൻ. അതാരൊക്കെ പ്രയോജനപ്പെടുത്തുന്നു എന്നത് അവരവരെ സംബന്ധിച്ചിരിക്കും. ഒരിക്കൽ കൂടെ ആമേൻ, അവസരം എൻ്റെ കർത്താവ് തരും. പ്രയോജനപ്പെടുത്തുന്നു, ആരൊക്കെ അത് പ്രയോജനപ്പെടുത്തുന്നു എന്നത് അവരവരെ സംബന്ധിച്ചിരിക്കും. ഈ 2025 തുറന്നു കിട്ടുന്ന ഒരു വാതിൽ പോലും ആമേൻ വെറുതെ അടഞ്ഞു പോകുവാൻ നമ്മൾ അനുവദിക്കത്തില്ല. ആമേൻ. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടി ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ. കർത്താവേ, നീ തുറന്നു തരുന്ന ഒരു വാതിൽ പോലും ഞാൻ വെറുതെ അടഞ്ഞു പോകുവാൻ അനുവദിക്കത്തില്ല. എനിക്ക് കിട്ടുന്ന ഒരു അവസരം പോലും ഞാൻ വെറുതെ പാഴാക്കി കളയത്തില്ല. എനിക്ക് കിട്ടുന്ന ഒരു നന്മയും ഞാൻ നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കത്തില്ല. അത് മാത്രമല്ല, ഇന്നലകളിൽ ശത്രു പിടിച്ചു വച്ചതിനൊക്കെ ഞാൻ തിരികെ പ്രാപിക്കുകയും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ആവർത്തിച്ച് പറയട്ടെ, വിശ്വസിക്കുന്നവർ ആമേൻ തിരികെ പ്രാപിക്കും. തുറന്നു കിട്ടുന്ന വാതിലുകളെ പ്രയോജനപ്പെടുത്തുകയും ഓ ശിഖാരധര ശഖ ഹൃദയ ശന്ധാരക
യേശുവിൻ നാമത്തിൽ ആമേൻ. പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. ആമേൻ. ഈ വർഷം ദൈവം നമുക്ക് തുറന്നു നൽകുന്ന ആമേൻ ആ വാതിലുകളുടെ അവസരത്തിൻ്റെ പ്രത്യേകതകൾ നോക്കി, അല്ലെങ്കിൽ ആ അവസരത്തിൻ്റെ പ്രത്യേകതകൾ നോക്കി മുൻപോട്ട് പോകാം. വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ആ വാക്യമുണ്ടല്ലോ, ഇല്ലെങ്കിൽ ആ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും എന്ന് കരുതുന്നു. ആമേൻ. സ്തോത്രം. എന്താണ് ആ അവസരത്തിൻ്റെ പ്രത്യേകത? ഒന്നാമതായി ആ അവസരത്തിൻ്റെ പ്രത്യേകത ആ ഭാഗത്തു നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും വ്യക്തമായി തന്നെ. ആമേൻ. സ്തോത്രം. ഈ അവസരം അഥവാ ഇതാർക്ക് തുറന്നു കിട്ടിയ അവസരമാണ്? ആമേൻ, ആമേൻ. ശിംശോന് ലഭിച്ച അവസരം ആണ്. ആ അവസരത്തെക്കുറിച്ച് ആമേൻ അവൻ്റെ മാതാപിതാക്കൾക്കോ അവനോ അറിയത്തില്ലായിരുന്നു. ആമേൻ. കേൾക്കണമേ, അവർക്ക് തിരിച്ചറിയുവാൻ കഴിയാത്തൊരവസരം. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിങ്ങൾക്കോ നിങ്ങൾക്കൊപ്പമുള്ളവർക്കോ തിരിച്ചറിയുവാൻ കഴിയാത്തൊരവസരത്തെ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് ഒരുക്കി തരും. ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ, ഇന്നായിരിക്കുന്ന നിരാശയ്ക്കും വേദനയ്ക്കും അറുതി വരുവാൻ, നിനക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത, നിനക്കൊപ്പമുള്ളവർക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത, നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയാത്ത നിങ്ങൾക്ക് ആമേൻ സ്തോത്രം ഒത്തിരി ശ്രമിച്ച് കണ്ടെത്തുവാൻ കഴിയാത്ത അവസരത്തെ ആവർത്തിച്ചു പറയട്ടെ, ചിലതിനെ പിടിച്ചെടുക്കുവാനുള്ള അവസരം. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരവസരം 2025 എൻ്റെ ദൈവം തരും. അതുകൊണ്ട് ഒരവസരത്തെ മിസ് ചെയ്യരുത്. ആമേൻ, ആമേൻ. കിട്ടുന്ന ഏത് അവസരമാണെങ്കിലും അതിനെ പ്രയോജനപ്പെടുത്തിക്കൊള്ളണം. കിട്ടുന്ന ഏത് ചാൻസ് ആണെങ്കിലും അതിനെ പ്രയോജനപ്പെടുത്തിക്കൊള്ളണം. കാരണം അവസരം ഏതാണ്, എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയത്തേ ഇല്ല. ആമേൻ. സ്തോത്രം. രണ്ടാമതായി ആ അവസരത്തിന്റെ പ്രത്യേകത പ്രസ്തുത വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ അവസരം ആമേൻ ശിംശോൻ അന്വേഷിച്ച അവസരമാണ്. ആമേൻ. ദൈവം ശിംശോന് കൊടുത്ത അവസരം 4ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ ദൈവം ശിംശോന് കൊടുത്ത അവസരം അത് ശിംശോൻ വളരെ നാളായി അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരവസരമാണ്. ആർക്ക് പോലും അറിയാതെ, അവൻ്റെ മാതാപിതാക്കൾക്ക് പോലും അറിയാതെ, അങ്ങനെ ആരും അറിയാതെ രഹസ്യമായി ഒരു അവസരത്തിനായി, ചാൻസിനായി കാത്തിരിക്കുന്നവരുണ്ട്. നിങ്ങളുടെ ചാൻസ് ഈ വർഷം കർത്താവ് ഒരുക്കി തരിക. ആമേൻ. നിങ്ങൾ അന്വേഷിച്ചത് ആരും അറിയാതെ രഹസ്യത്തിലെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക്, ആരും കാണാതെയുള്ള നെടുവീർപ്പോടെയുള്ള നിലവിളികൾക്ക് 2025 എൻ്റെ ദൈവം മറുപടി തരിക. നീ അന്വേഷിച്ച അവസരം, ആ രാജ്യത്തിലേക്ക് കടന്നു പോകുവാൻ സഹോദരി സഹോദര, നീ അന്വേഷിച്ച അവസരം എൻ്റെ കർത്താവ് നിനക്ക് തരിക. ആമേൻ. ആരോടും പറയാതെ, പ്രാർത്ഥനാ മുറിക്കകത്ത് ആമേൻ ശബ്ദം പോലും പുറത്തു വരാതെ നീ പ്രാർത്ഥിച്ച് അന്വേഷിച്ച അവസരം, ഓ റാധേരെ ശന്ധാർഗര യേശുവിൻ നാമത്തിൽ നിന്റെ ഭാവിക്കായി ആമേൻ സ്തോത്രം, നീ ആമേൻ അന്വേഷിച്ച അവസരം പ്രാർത്ഥനാ മുറിക്കകത്ത്, ലോകത്തിൽ അന്വേഷിച്ച അവസരമല്ല, അപ്പനോടും അമ്മയോടും ആവശ്യപ്പെട്ട അവസരമല്ല, ദേശവാസികളുമായി പങ്കുവച്ച അവസരമല്ല, നിന്റെ ദൈവത്തോട് അന്വേഷിച്ച അവസരം, നിന്റെ ദൈവത്തോട് ചോദിച്ച അവസരം, അതെ നീ ചോദിച്ച അവസരം. യേശുവിൻ നാമത്തിൽ ഒരു ഓ റാധാര ഷഖാരദരേ ശന്ധാർഗന യേശുവിൻ നാമത്തിൽ. അവൻ ശ്രദ്ധിക്കണമേ, അവൻ അപ്പനും അമ്മയും അറിഞ്ഞില്ല എങ്കിൽ അപ്പനും അമ്മയോടും അല്ല ശിംശോൻ അവസരം അന്വേഷിച്ചത്. ആമേൻ സ്തോത്രം. നമ്മുടെ അന്വേഷണങ്ങൾക്ക് അറുതി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. അന്വേഷിക്കുന്നവനെ കണ്ടെത്തുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. മുട്ടുന്നവന് തുറന്നു കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. യാചിക്കുന്നവന് കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ആരും കേൾക്കാതെ നീ രഹസ്യത്തിൽ അന്വേഷിക്കുന്ന നിന്റെ അന്വേഷണത്തിന് നീ കണ്ടെത്തുവാൻ പോകുന്ന വർഷമാ. ആമേൻ. നിന്റെ അന്വേഷണത്തിന് പരിസമാപ്തിയായി. വിശ്വസിക്കുന്ന സഭയെ, വിശ്വസിക്കുന്ന പ്രിയരെ, 2025 4 വർഷങ്ങളുടെ അന്വേഷണത്തിന് അറുതി വരുവാൻ പോകുക. അറാധേനെ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീണ്ട 4 വർഷങ്ങളുടെ അന്വേഷണത്തിന് ദൈവം ആമേൻ സ്തോത്രം അറുതി വരുത്തുവാൻ പോകുന്നു. ആമേൻ. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഭാഗത്ത് തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ. മാനുഷികമായി നമ്മൾ ചിന്തിച്ച് വ്യസനിക്കുന്ന പല സംഭവങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും നമ്മെ ഒരുപാട് വിഷമിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന പല വിഷയങ്ങൾക്ക് പിന്നിലെയും ദൈവിക ഉദ്ദേശം 2025 വെളിപ്പെട്ട് വരും. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നിങ്ങളെ ഒരുപാട് കരയിപ്പിച്ച ചില സംഭവങ്ങളുണ്ടല്ലോ, നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച ചില സംഭവങ്ങളുണ്ടല്ലോ. ആമേൻ സ്തോത്രം. ആമേൻ. ഒരു നിമിഷം നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായെന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ, നിന്റെ ജീവിതത്തിൽ നിന്നെ ഭയപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്ത ഒരു പ്രശ്നം കടന്നു വന്നത് അറിയാത്ത പൊട്ടനാണോ ദൈവം? ആമേൻ. ഹല്ലേലൂയ. ആമേൻ.
ദൈവം അറിയാതിരിക്കാൻ, അല്ലെങ്കിൽ ദൈവം ഉറങ്ങിയോ? വചനം എന്താ പറയുന്നത്? ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. ആമേൻ. അപ്പോൾ ദൈവം ഉറങ്ങിയുമില്ല, മയങ്ങിയുമില്ല. എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ വന്ന കഷ്ടത ദൈവം അറിഞ്ഞില്ലേ? ആമേൻ. ആ ചോദ്യത്തിനുള്ള ഉത്തരമാ എന്തുകൊണ്ട് നീ കരഞ്ഞു. നീ കരയേണ്ടി വന്ന ആ കാര്യങ്ങൾക്ക് പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. 2025 അത് വെളിപ്പെട്ട് വരും. ആമേൻ. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, ഇന്നലകളിൽ നിങ്ങൾ കരഞ്ഞ, നിങ്ങളുടെ കണ്ണുനീരിനും കരച്ചിലിനും നിലവിളിക്കും കാരണമായ ചില വിഷയങ്ങളുടെ ദൈവിക ഉദ്ദേശം 2025 പ്രാരംഭ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരിക. 14:3. ആമേൻ. അപ്പനും അമ്മയ്ക്ക് മനസ്സിലായില്ല. നോക്കിയേ, അവർ ചോദിക്കുക, ഇവിടെ ഒന്നും പെണ്ണില്ലാത്തത് കൊണ്ടാണോടാ നീ ആമേൻ ഫിലിസ്തീൻ്റെ ദേശത്തിലേക്ക് കടന്നു പോകുന്നത്? ആമേൻ. ഇന്ന് ഈ സമയം, ഈ പുതിയ വർഷത്തിൻ്റെ പ്രാരംഭ ഞായറാഴ്ചയിൽ ഇതിനകത്തായിരിക്കുമ്പോഴും ആമേൻ, പുറമേ കാണുന്നത് പോലെയല്ല, അകമേ കരയുന്നവരെ എനിക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. കാരണം നമ്മൾ കരയുന്നതും നമ്മൾ കേൾക്കുന്നതുമൊക്കെ ഒരേ ആത്മാവിനാലാണല്ലോ. ആമേൻ. ഉള്ളം തകർന്ന നിലവിളിയുടെ ഒച്ചകൾ എൻ്റെ കാതിന് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ പ്രാർത്ഥന, നിന്റെ ഹൃദയം തകർന്ന നിലവിളി എത്തിയിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. അവിധത്തിൽ അങ്ങനെ ഹൃദയം തകർന്നവരായി പലവിധമായ ആകുല ചിന്തകളുമായി നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നു. എന്നാലും ആമേൻ, അവൻ അത് ചെയ്തുവല്ലോ, എന്നാലും അവൾ അത് ചെയ്തുവല്ലോ, എന്നാലും അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയല്ലോ, എന്നാലും ആമേൻ അങ്ങനെ സംഭവിക്കരുതായിരുന്നു. ആമേൻ. പല നിരാശപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന സംഭവങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാലും അത് സംഭവിച്ചു പോയല്ലോ. ആമേൻ. സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ആമേൻ ചില പ്രതികൂലകരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ആകപ്പാടെ നിരാശപ്പെട്ടു പോകും, നമ്മൾ വല്ലാതെ വേദനപ്പെട്ടു പോകും, നമ്മൾ വല്ലാതെ തളർന്നു പോകും. അവരത് ചെയ്തുവല്ലോ. ആമേൻ. നോക്കൂ, സ്തോത്രം. ശിംശോന്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് ശിംശോൻ എടുത്ത തീരുമാനം പൂർണ്ണമായി തെറ്റാണ്. ആമേൻ. ഒരു ഭക്തനാണ് ശിംശോന്റെ മാതാവും പിതാവും. ഭക്തരാണ് അവർ, ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവരാണ്. അവരുടെ സ്തോത്രം മനോഹയുടെ ഭാര്യയുടെ ഉദരത്തിൽ അവൻ ശിംശോൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവരോട് സംസാരിച്ചതാണ്. അത്രമാത്രം ഭക്തരാണ്. ഭക്തരെന്ന നിലയിൽ ശിംശോൻ ചെയ്യുവാൻ പോകുന്ന കാര്യം ആമേൻ സ്തോത്രം ശരിക്കും അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതല്ല, അല്ലെങ്കിൽ അവർക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. ഒരു ദൈവത്തിന്റെ മകളായി ഈ സമയം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ആമേൻ സ്തോത്രം അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു ഭക്തനായി നമുക്ക് അംഗീകരിക്കുവാൻ കഴിയത്തില്ല. ഒരു അപ്പനായി, അമ്മയായി മക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കുവാൻ കഴിയത്തില്ല. സഹോദരങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഭർത്താവ് ചെയ്യുന്ന കാര്യം, ഭാര്യ ചെയ്യുന്ന കാര്യം, പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടുമുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ തൊഴിലിടത്തിൽ പലരും ചെയ്യുന്ന കാര്യങ്ങൾ, തൊഴിൽ സംബന്ധമായി നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ആമേൻ, ഒരു ഭക്തനായി നമുക്ക് പലപ്പോഴും ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് കർത്താവേ ഇങ്ങനെ സംഭവിക്കുന്നു? ഇങ്ങനെ സംഭവിക്കുവാൻ പാടില്ലല്ലോ, ഇങ്ങനെ സംഭവിക്കുവാൻ പാടില്ലല്ലോ. എൻ്റെ മകൻ അങ്ങനെ, എൻ്റെ മകൾ അങ്ങനെ, എൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങനെ, എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാനത്തുള്ളവർ അങ്ങനെ, എൻ്റെ കുടുംബത്തിനകത്തുള്ളവർ, എൻ്റെ പ്രിയപ്പെട്ടവർ എന്തുകൊണ്ട് അങ്ങനെ? ആമേൻ സ്തോത്രം. അങ്ങനെ ചോദിച്ചുകൊണ്ട് ഇരിക്കും. ആമേൻ. ഇതേ അനുഭവം സാക്ഷ്യമായി ആമേൻ ലോകത്തിൽ പല ഭക്തന്മാരും കേട്ടിട്ടുള്ളതാണ്. നിങ്ങളുടെ ആമേൻ ഓർമ്മയിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരട്ടെ. യൗവനക്കാരനായ 17-ാമത്തെ വയസ്സിൽ മിലിറ്ററിയിലേക്ക് ജോലി കിട്ടി, മിലിറ്ററിയിൽ പ്രവേശിച്ച അമേരിക്കയിലെ അനുഗ്രഹീതനായ ഒരു യുവാവിൻ്റെ ആമേൻ സ്തോത്രം ജീവിതത്തിൻ്റെ ആ പ്രാരംഭ നാളുകൾ. 17-ാമത്തെ വയസ്സിൽ ജോലി കിട്ടി, മിലിറ്ററിയിൽ ചേർന്നു, ഉയർന്ന പൊസിഷനിൽ വേഗത്തിൽ എത്തിച്ചേർന്നു. ആമേൻ. വളരെ സന്തോഷത്തോടെ അവൻ്റെ കർഷകരായ മാതാപിതാക്കൾ ആമേൻ ദൈവത്തെ സ്തുതിച്ചു. നാട്ടുകാരോടൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി മിലിറ്ററിയിൽ ഉയർന്ന പോസ്റ്റിലുള്ള ഒരു ആമേൻ സ്തോത്രം ജോലിക്കാരൻ ഉണ്ടായിരിക്കുന്നു. ആമേൻ. ഒന്ന് ചിന്തിച്ചു നോക്കി, അത് എത്ര സന്തോഷമുള്ള കാര്യമായിരിക്കും, എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമായിരിക്കും. എന്നാൽ ആമേൻ ഒരുപാട് സന്തോഷിച്ച, ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ച മാതാപിതാക്കളുടെ തലയിൽ തീ കോരി ഇട്ടുകൊണ്ട് ഒരു ദിവസം രാത്രി കെട്ടും ഭാണ്ഡവുമായിട്ട് ആ മകൻ വീട്ടിന്റെ വാതിൽക്കൽ വന്ന് നിന്ന് മുട്ടുകെട്ട് സന്തോഷത്തോടെ വാതിൽ തുറന്നവർ തീ വീഴുവാൻ പോകുന്നത് അറിഞ്ഞില്ല. അവർ വിചാരിച്ചു മകന് ലീവ് കിട്ടി സമ്മാനങ്ങളുമായി വന്നതായിരിക്കും. മകൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ പണി ശരിയാകത്തില്ല. ആമേൻ
സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ ആ മാതാപിതാക്കളുടെ അവസ്ഥ. അവർ തലയിൽ കൈവച്ച് പ്രാവി കാണണം, മുടിഞ്ഞവൻ, കാലമാടൻ. ഞങ്ങൾ എത്ര കാലം കരഞ്ഞിട്ടാ, ഞങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ടാണ് ഇവന് കർത്താവ് ഈ ജോലി കൊടുത്തത്. അവന്റെ ഫ്യൂച്ചർ രക്ഷപ്പെടും, ഞങ്ങൾ ദേശത്തിൽ മാനിക്കപ്പെടും. എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് എല്ലാം തച്ച് തകർത്തിട്ട് അവൻ വന്നുവല്ലോ. മകനല്ലേ എങ്ങനെ വീട്ടിൽ കയറ്റാതിരിക്കുവാൻ കഴിയും? അവനും ആ വീട്ടിന് ഓഹരിക്കാരനാണല്ലോ നമ്മുടെ ഹൃദയത്തിനും. സ്തോത്രം. ആ മാതാപിതാക്കൾക്കൊപ്പം ആ മകൻ താമസിക്കുവാനായി തുടങ്ങി. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്തോത്രം 1980കളുടെ അവസാനം ആഫ്രിക്കയിലെങ്ങും ശക്തമായൊരു ഉണർവ് സുവിശേഷ വേലയിൽ ഉണ്ടായി. ജാതീയ മാർഗങ്ങളിൽ മനുഷ്യനെ കൊല്ലുകയും തിന്നുകയും ആ ശവത്തെ ദേവി ദേവന്മാർക്ക് അർപ്പിച്ച് ആരാധനകൾ നടത്തുകയും ചെയ്യുന്ന മൃഗീയരായി ജീവിച്ച ആഫ്രിക്കൻ കിരാത ജനതയുടെ ഇടയിൽ വലിയൊരു ഉണർവ് പൊട്ടി പുറപ്പെടുകയുണ്ടായി. ആ ഉണർവിന് കാരണക്കാരായി നിന്ന 3 വ്യക്തികളിൽ ഏറ്റവും പ്രധാനമായി മുൻപിൽ നിന്നത് തന്റെ ജോലി വേണ്ടെന്ന് വെച്ച് വീട്ടിനകത്ത് വന്നിരുന്ന ആ പട്ടാളക്കാരൻ ചെറുക്കനാണ്. ആ ചെറുക്കന്റെ അപ്പൻ ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞതാണ്, എന്റെ മകന്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ പ്രതിസന്ധി, എന്റെ മകനെടുത്ത തീരുമാനം, അത് ഞങ്ങളെ വല്ലാതെ ഉലച്ചു കളഞ്ഞു, അത് ഞങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു കളഞ്ഞു. അതിന് പിന്നിലുള്ള ദൈവിക ഉദ്ദേശം ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഒരു രാജ്യം അവനാൽ വിടുവിക്കപ്പെടുന്നു. ഒരു രാജ്യത്ത് നരഭോജികളായി തീർന്നവർ അവനാൽ മാനവ സ്നേഹികളായി മാറുന്നു. ഒരു രാജ്യത്ത് നിത്യ മരണത്തിനായി വിധിക്കപ്പെട്ടവർ അവനാൽ നിത്യജീവനായി സ്തോത്രം വിളിക്കപ്പെടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, വലുതാകട്ടെ ചെറുതാകട്ടെ, നിങ്ങളെ കരയിപ്പിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് പിന്നിലും ഒരു ദൈവിക ഉദ്ദേശം ഉണ്ട്. എന്റെ ദൈവം പൊട്ടനുമല്ല, അവൻ ഉറങ്ങുകയുമല്ല, അവനൊന്നും കാണാതിരിക്കുകയും ചെയ്യുന്നില്ല. സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും സാക്ഷിയായി തന്നെ നിൽക്കുന്നു. സ്തോത്രം. ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയ ആ സമയത്ത് എൻ്റെ മാതാപിതാക്കൾ എന്നെ ഏറെ സ്നേഹിച്ചു. ഞാൻ മരിച്ചാൽ എൻ്റെ അമ്മ ജീവിക്കത്തില്ല എന്ന് ഞാൻ കരുതി. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല എന്ന് കരുതി ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് സ്തോത്രം എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചു. ഞാൻ ആരുമില്ലാത്തവനായി തീർന്നു. അപ്പോൾ പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്. സ്തോത്രം. ലോകപ്രകാരം ഞാൻ നടന്നുവെങ്കിലും ലോക മനുഷ്യരൊക്കെ പറഞ്ഞു കാണും, ഇവന് ദൈവവുമില്ല, ദൈവഭയവുമില്ല. അങ്ങനെയൊന്നുമല്ല. സ്തോത്രം. ദൈവത്തെ അറിഞ്ഞവന്റെ ഉള്ളിൽ ആ ദൈവം എപ്പോഴും കാണും. അവൻ ഏത് ഇടറുന്ന വഴിയിൽ കൂടെ നടന്നാലും, ഏത് മുള്ളിന് മുകളിൽ കൂടെ നടന്നാലും അവന്റെ ഉള്ളിൽ നിന്ന് ആ സ്നേഹം മാഞ്ഞു പോകത്തില്ല. ഇത് മാഞ്ഞു പോകാൻ വേണ്ടി ഏതെങ്കിലും സിനിമാ നടിമാരുടെ നടന്മാരുടെ സ്നേഹമല്ല, ക്രൂശിലെ സ്നേഹമാ. ഉള്ളിൽ വീണിട്ടുണ്ടെങ്കിൽ അത് മാഞ്ഞൊന്നും പോകത്തില്ല. അത് മാഞ്ഞുപോയി, ദൈവത്തിന്റെ സ്നേഹം മാഞ്ഞുപോയി. അങ്ങനെ ഒന്നും മാഞ്ഞു പോകുന്ന സാധനമല്ല മാതാവേ. അതുകൊണ്ട് അങ്ങനെ ഭാരപ്പെടേണ്ട. ഞാൻ ചോദിച്ചിട്ടുണ്ട്, കർത്താവേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും ഫേസ് ചെയ്യേണ്ടി വരില്ല എന്ന് ഞാൻ കരുതിയ, എനിക്കൊരിക്കലും ഫേസ് ചെയ്യുവാൻ കഴിയാത്ത ഈ പ്രശ്നം കടന്നു വന്നു. ഞാൻ ചോദിച്ച ചോദ്യമാണ്. അന്നൊന്നും എനിക്ക് ഉത്തരം കിട്ടിയില്ല. പക്ഷെ ഇന്ന് ആ ഉത്തരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അന്ന് അങ്ങനെ സംഭവിച്ചതുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുവാൻ ഞാനുണ്ടായി. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലത് സംഭവിച്ചപ്പോൾ അതിനൊപ്പം ആരും തകർന്നു പോയില്ല. എൻ്റെ മാതാപിതാക്കളും തകർന്നില്ല, ഞാനും തകർന്നില്ല. ദൈവം തൻ്റെ ഉദ്ദേശത്തെ വെളിപ്പെടുത്തുന്ന ദിവസങ്ങളെ മുൻപിൽ തന്നു. പ്രാർത്ഥനയോട് അവൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ ഉദ്ദേശത്തെ ദൈവം തന്നെ വെളിപ്പെടുത്തി. ഇതുപോലെ 2025 ദൈവം തൻ്റെ ഉദ്ദേശങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ കരയിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്ത തൻ്റെ ഉദ്ദേശങ്ങളെ, കാരണമായ പ്രശ്നങ്ങളുടെ ദൈവിക ഉദ്ദേശത്തെ ഈ 2025 വെളിപ്പെടുത്തുക. സഹോദരി, ആ തൊഴിൽ നഷ്ടപ്പെട്ടു പോകുവാനുള്ള ആ സ്തോത്രം, ആ കാരണത്തിന് പിന്നിലെ ദൈവിക ഉദ്ദേശം. നീ കരയേണ്ടി വന്ന ചിലർ വീഴേണ്ടി വന്ന, ചിലർക്ക് വീഴ്ച ഉണ്ടാകേണ്ടി വന്ന. സ്തോത്രം. ഹല്ലേലൂയ. വീഴ്ച നമുക്കെല്ലാം വലിയ സങ്കടകരമായ കാര്യമാണ്. പ്രിയരെ, ശക്തന്മാരെല്ലാം എഴുന്നേറ്റത് വീഴ്ചയോടെയാണ്. പൗലോസിനോട് ചോദിക്കുക. പൗലോസ് പറയും, ഞാനൊരിക്കൽ ഒരു വലിയ വീഴ്ച വീണു, കുതിരപ്പുറത്ത് നിന്ന് താഴോട്ട് കണ്ണ് പോലും പോയി, അവിടെ നിന്ന് ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. വീഴ്ച ഒന്നിൻ്റെയും അവസാനമല്ല. നിനക്കൊരു ദൈവമുണ്ട്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ട, നിന്നെ അറിഞ്ഞൊരു ദൈവമുണ്ട്. വീഴ്ച ഒന്നിൻ്റെയും അവസാനമല്ല. ആ വീണടുത്തു നിന്ന് എൻ്റെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. നിന്നെ അങ്ങനെ ഉപയോഗമില്ലാത്ത കളയുവാനൊന്നും ദൈവത്തിന് പദ്ധതിയില്ല.
ആമേൻ, സ്തോത്രം, ആമേൻ, സ്തോത്രം, ആമേൻ. 1-2 ദിവസമല്ല, ആമേൻ, സ്തോത്രം, 1-2 വർഷമല്ല, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുമ്പേ, ലോക സ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവിൽ നമ്മെ കണ്ടവൻ അങ്ങനെ വെറുതെ കളയത്തില്ല. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ കഷ്ടതയ്ക്ക് കണ്ണുനീരിന് കാരണമായ വിഷയങ്ങൾക്ക് പിന്നിലെ ദൈവിക ഉദ്ദേശം 2025 വെളിപ്പെട്ട് നിശ്ചയമായും വരിക തന്നെ ചെയ്യും. ആവർത്തിച്ച് പറയട്ടെ, 2025 ദൈവം, ആമേൻ, നീ കരയുവാനിടയായ കാരണങ്ങൾക്ക് പിന്നിലെ ദൈവിക ഉദ്ദേശത്തെ വെളിപ്പെടുത്തും. ആമേൻ, സ്തോത്രം, ആമേൻ. ചില വിഷയങ്ങൾ കണ്ട് നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകരുത്. ആമേൻ. നമ്മൾ വിചാരിക്കുന്നത് പോലെ ചിലത് നടക്കുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഭാരപ്പെട്ടു പോകരുത്. നമ്മൾ തിരിച്ചറിയുക, എൻ്റെ ദൈവം പൊട്ടനല്ല, എൻ്റെ ദൈവത്തിന് കണ്ണ് കണ്ടുകൂടാതെ ഇല്ല, എൻ്റെ ദൈവത്തിൻ്റെ ചെവി കേൾവിയില്ലാതെ പോയിട്ടില്ല, എൻ്റെ ദൈവം എനിക്കൊപ്പമുണ്ട്. നിശ്ചയമായും ഇതിന് പിന്നിൽ ഒരു ഉദ്ദേശം ഉണ്ട്. എൻ്റെ ദൈവത്തിന് ഇതിന് പിന്നിൽ ഒരു ഉദ്ദേശം ഉണ്ട്. ആമേൻ, സ്തോത്രം. പലപ്പോഴും മാനുഷികമായി ചിന്തിക്കുമ്പോഴും നമ്മെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ആമേൻ, സ്തോത്രം. ഏതൊരു വീട്ടിൽ നടക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ വിവാഹം കഴിയുന്ന ആദ്യ നാളുകൾ നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം ഞാൻ പറഞ്ഞത്. ഭവനത്തിനകത്ത് അമ്മായിയമ്മ മരുമകൾ പോരുണ്ടാകും. ആമേൻ. അപ്പോൾ പലപ്പോഴും രണ്ടുപേരുടെ പക്ഷത്താള് കൂടും. ഒരു ടീമിൻ്റെ കൂട്ടത്ത് അമ്മായിയമ്മയുടെ കൂട്ടത്ത് ഒരു ടീം, ഒരു പക്ഷം ആൾക്കാർ ചേരും. മരുമകളുടെ കൂട്ടത്ത് ഒരു പക്ഷം ആൾക്കാർ ചേരും. ഇവർ പരസ്പരം ഇങ്ങനെ പഴി പറയുകയും, ആമേൻ, സ്തോത്രം, കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. ആമേൻ. അമ്മായിയമ്മമാരായവരല്ല അമ്മായിയമ്മമാരുടെ പക്ഷത്ത് നിൽക്കും, മരുമക്കളായിരിക്കുന്നവരെല്ലാം മരുമക്കളുടെ പക്ഷത്തായിത്തീരും. എന്നാൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, ആമേൻ, സ്തോത്രം, പറയുന്നതൊക്കെ ശരിയായിരിക്കാം, അമ്മായിയമ്മയ്ക്ക് ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ മരുമകൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ലായിരിക്കാം. എന്നാൽ അതിനപ്പുറമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തുകൊണ്ടാണ്, ആമേൻ, ആ പിണക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകുന്നത്? ആമേൻ. എപ്പോഴാണ് ഒരു അമ്മായിയമ്മ മരുമകളോട് അല്പം ക്രൂരമായി പെരുമാറി തുടങ്ങുന്നത്? ആമേൻ. ആ അമ്മായിയമ്മയുടെ ഉള്ളിലൊരു പേടിയുണ്ടാവും, എൻ്റെ മകൻ്റെ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു പോകും. ആമേൻ, സ്തോത്രം. അവിടെ തൊട്ടാണ് പ്രശ്നം തുടങ്ങുന്നത്. അല്ലാതെ ഒരു അമ്മായിയമ്മയ്ക്കും ഒരു മരുമക്കളെടുത്ത് ഒരു പ്രശ്നവുമില്ല. ഉള്ളിനകത്തൊരു ചിന്ത വരും, എൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ? കഴിഞ്ഞ നാളുകളെ പോലെ ഈ ചെറുക്കന്മാർക്ക് കുഴപ്പമാണ്. ആമേൻ. കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവൻ വിചാരിക്കും, ഞാൻ ഇനി പെണ്ണ് കെട്ടിയ വലിയൊരാളായല്ലോ, അതുകൊണ്ട് ഇത്തിരി വെയിറ്റ് ഇട്ട് നടക്കാം. പാവപ്പെട്ട അമ്മയാണ് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ നോക്കുമ്പോൾ ഇന്നലെ വരെ മിണ്ടിക്കൊണ്ട് നടന്നവൻ, ഇന്നലെ വരെ അടുക്കളയിൽ കൂടെ തേരാപ്പാര നടന്നവൻ ഇതാ ഹാളിൽ പോയി കാലുമേ കാലും ഇട്ടിരിക്കുന്നു. ഇതെല്ലാം അവൾ പറഞ്ഞത് തന്നെ. പിന്നെ തവളയിൽ അവളും കൂടെ അടിയായി ബഹളം. അപ്പം നമ്മളിത് ചിന്തിച്ചു നോക്കിയ, ആമേൻ, സ്തോത്രം, നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള, സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ആമേൻ, സ്തോത്രം. ഈ ദിവസങ്ങളിലൊക്കെ അവിധത്തിലുള്ള സ്നേഹങ്ങൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാതെ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഉണ്ട് എന്ന് അറിയുന്നതിൽ നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ചില, ആമേൻ, പിണക്കങ്ങളും ചില പരിഭവങ്ങളും ഒക്കെ ഭയങ്കരമായ സ്നേഹത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആമേൻ. നമ്മളെ സ്നേഹിക്കുന്നവർ, ആമേൻ, സ്തോത്രം, അറിയാതെയെങ്കിലും നമ്മിൽ നിന്ന് അകന്നു പോകുവാൻ സ്നേഹിക്കുന്ന ആരും ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ ഒരുപാട്, ആമേൻ, സ്തോത്രം, ചേർന്ന് നിൽക്കുന്നവർ മനസ്സുകൊണ്ട് പോലും മാറിപ്പോകുവാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടത്തില്ല. അമ്മായിയമ്മയും മരുമകളും ഭർത്താവും ഒക്കെ ആയിരിക്കുന്നത് പോലെ തന്നെ, ആമേൻ, സ്തോത്രം, അകലം വരുവാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട്, ആമേൻ, സ്നേഹം കൂടുന്നിടത്ത്, ആമേൻ, പിണക്കങ്ങൾ ഉണ്ടാകും, വഴക്കുകൾ ഉണ്ടാകും. ആമേൻ. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക, സ്നേഹിക്കുന്നവർ കൂടെയുണ്ട്. കർത്താവ്, ആമേൻ, അതിന് പിന്നിലെ, അത് കഷ്ടതയ്ക്ക് കാരണമായെങ്കിൽ അതിന് പിന്നിലെ ദൈവിക ഉദ്ദേശത്തെ 2025 പ്രാരംഭ ദിവസങ്ങളിൽ വെളിപ്പെടുത്തി തരും. ആമേൻ, സ്തോത്രം. നോക്കൂ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 14-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായ മറ്റൊരാലോചന 2025 പ്രാരംഭ ദിവസം നിങ്ങൾക്കായി നൽകുകയാണ്. ആത്മാവിന്റെ ശക്തിയാൽ ഈ വർഷം മാനുഷികവും പൈശാചികവുമായ ചില തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ആമേൻ. ശിംശോനും അവന്റെ മാതാപിതാക്കളും തിന്മയിലേക്കുള്ള യാത്രാമധ്യേ അവരുടെ വഴി മുടക്കിക്കൊണ്ട് ഒരു സിംഹം ചാടി വന്നു. അവിടെ ആയുധമൊന്നും കയ്യിലില്ലാതിരിക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ മേൽ വരികയും ആ ശക്തിയാൽ ശിംശോൻ ആ തടസ്സത്തെ നീക്കി എത്തേണ്ട സ്ഥാനത്ത് എത്തുകയും ചെയ്തു. അതേ ആയുധമൊന്നും ഇല്ലാതിരിക്കെ തന്നെ 2025 സ്ഥിതി വ്യത്യസ്തമല്ല. നീ നിരായുധനാണ്, നീ വെറും കൈയോടെ നിർവാണനായി ആയിരിക്കുന്നു. കേൾക്ക്, നിന്റെ കരങ്ങളിൽ ആയുധമില്ലാതിരിക്കെ തന്നെ, നിന്റെ കരങ്ങളിൽ ഒന്നുമില്ലാതിരിക്കെ തന്നെ നിനക്കൊപ്പം
ആമേൻ നിന്നെ ശക്തിപ്പെടുത്തുവാൻ ആരും ഇല്ലാതിരിക്കെ തന്നെ എൻ്റെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിനക്ക് മുൻപിലുള്ള തടസ്സങ്ങളെ നീ തകർത്ത് മുന്നേറുവാൻ പോകുക. സഹോദര സഹോദരി, 2025 പ്രാരംഭ നാളുകൾ തന്നെ മനുഷ്യനും പിശാചും നിനക്ക് വിരോധമായി കടന്നു വന്ന് തടസ്സമായി നിൽക്കുന്ന മണ്ഡലങ്ങളെ മാറ്റി നീ പുതിയ രാജ്യങ്ങളിൽ യേശുവിൻ നാമത്തിൽ 2025 നീ ആയിരിക്കുന്ന രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തിലേക്ക് ആമേൻ ശത്രുവിനെ കീറിക്കളഞ്ഞു. ഓ ഷാറിധാര ശഖാരദര ശന്താർഗന യേശുവിൻ നാമത്തിൽ മറ്റൊരു രാജ്യത്തേക്ക്, ഫെലിസ്ത്യന്റെ രാജ്യത്തേക്ക് യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. മറ്റൊരു രാജ്യത്തേക്ക്, മറ്റൊരു അനുഭവത്തിലേക്ക്, മറ്റൊരു മേഖലയിലേക്ക്, തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിലേക്ക് ശുശ്രൂഷയുടെ അടുത്തൊരു ലെവൽ വെളിപ്പെടും. ഓ ഷാറിധാര ആമേൻ. പരിചയമില്ലാത്ത മേഖലകളിലേക്ക്, പരിചയമില്ലാത്ത ഇടങ്ങളിലേക്ക്. ഓ റാധിരേ ഷാഥോനെ. യെസ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവസരം, ആ സ്തോത്രം ശിംശോന് സംജാതമായി. ആ അവസരത്തെ പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശിംശോന് മേൽ വന്നു. ആവർത്തിച്ച് പറയട്ടെ, ഈ 2025 പ്രാരംഭ നാളുകൾ തന്നെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഞങ്ങളിത് 5ാമത്തെ ദിവസമാണ്. ഈ മാസം 31 ദിവസം ദൈവകൃപയാൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥനയിൽ ഉപവാസത്തിലായിരിക്കുന്നു ഞങ്ങൾ. ആമേൻ. സ്തോത്രം. ആദ്യത്തെ 24 ദിവസങ്ങൾ സ്തോത്രം പകൽ മാത്രം ഉപവാസവും അവസാനത്തെ 7 ദിവസങ്ങൾ പൂർണ്ണമായി ഉപവസിക്കുവാനും കർത്താവിൽ ശരണപ്പെട്ട് ആയിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. 31 ദിവസവും ഉപവസിക്കുന്നവർ ഒത്തിരി പേർ പ്രൈസർ ഫാമിലിക്കൊപ്പമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കഴിഞ്ഞ വർഷവും നമ്മൾ ഉപവാസത്തോടെ തുടങ്ങി. ആമേൻ. തിരിച്ചറിയുവാൻ കഴിയുന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായി കഴിയും. ദൈവം പല നിലകളിൽ അത്ഭുതങ്ങളാക്കി കഴിഞ്ഞ വർഷവും നമ്മെ നിർത്തി. ആമേൻ. അങ്ങനെയെങ്കിൽ ഈ ഉപവാസവും 31 ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് തുറന്നു കിട്ടുന്ന ഒരവസരം പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി. ആമേൻ. ഇനിയും അത് കയ്യിൽ നിന്ന് പോയി, ഇനിയും കൈ കിട്ടി, ഓ അയ്യോ ഇപ്പോഴും പോയി, ഇപ്രാവശ്യവും പോയി, ഇപ്പോഴും നഷ്ടപ്പെട്ടു, അങ്ങനെ ഒരു വാക്ക് നിന്നിൽ നിന്ന് വരാതിരിക്കുവാൻ വേണ്ടിയാ. നീ പ്രാർത്ഥിക്കുമെങ്കിൽ, നീ ഉപവസിക്കുമെങ്കിൽ തടസ്സം മാറും. നിനക്ക് മുൻപിലുള്ള തടസ്സം മാറും. അത് മനുഷ്യൻ ഉയർത്തിയതാകട്ടെ, അത് പിശാച്. ഓ ഷീറാദി ആരാധന ശഖാരദരേ ശന്താർഗന യേശുവിൻ നാമത്തിൽ. ആമേൻ. സ്തോത്രം. തീർന്നില്ല. അടുത്തതായി ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. 2025 കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ, ആമേൻ സ്തോത്രം, നിങ്ങൾ അറിയാത്ത സന്തോഷങ്ങളെ ഈ വർഷം നിങ്ങളെ തേടി വരുമാറാക്കും. ആവർത്തിച്ച് പറയട്ടെ, നിങ്ങൾ അറിയാത്ത സന്തോഷങ്ങളെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ തേടി വരുമാറാക്കും. ദിവസങ്ങൾ കഴിഞ്ഞു, സിംഹം കീറപ്പെട്ടു, വീണ്ടും ഒരു യാത്രയുടെ അനുഭവം ഉണ്ടായി. ഒരിക്കൽ സിംഹത്തെ കീറിയെടുത്തുകൂടെ 14-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആമേൻ ശിംശോൻ പിന്നെയും യാത്ര ചെയ്തു. യാത്രയുടെ മധ്യത്തിൽ കീറിക്കളഞ്ഞ സിംഹത്തിന്റെ ഉടലിന്റെ അകത്ത് ആമേൻ തേൻ കൊണ്ട് സമൃദ്ധിയായി മാറിയിരിക്കുന്നു. മധുരതരമായ, ഒട്ടും പ്രതീക്ഷിക്കാത്ത സന്തോഷം. ആമേൻ സ്തോത്രം. നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില അനുഭവങ്ങൾ നിങ്ങളെ എതിരേൽക്കുവാൻ പോകുക. അത് ദുഃഖത്തിന്റെ അനുഭവമല്ല, അത് സന്തോഷത്തിന്റെ അനുഭവം. 2025 എന്നെ കേൾക്കുന്ന സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേൻ സന്തോഷത്തിന്റെ അനുഭവം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾക്ക് കണക്ക് കൂട്ടുവാൻ കഴിയാത്ത, നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത സന്തോഷത്തിന്റെ അനുഭവം. തൊഴിലിടത്തിൽ നിന്ന്, കുടുംബത്തിനകത്തു നിന്ന്, വിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന്, തലമുറയിൽ നിന്ന്, സഭയിൽ നിന്ന്, ദേശത്തിൽ, യേശുവിൻ നാമത്തിൽ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മധുരതരമായ അനുഭവം, പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന്, പ്രതീക്ഷിക്കാത്ത സ്ഥാനങ്ങളിൽ നിന്ന് എൻ്റെ ദൈവം ഒരുക്കി തരിക. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഒരു ആത്മീയ മർമ്മം കൂടെ പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. ആമേൻ. മുന്തിരിത്തോട്ടത്തിൽ നിന്നാണ് സിംഹം കടന്നു വന്നത്. ആമേൻ. പുതിയ നിയമം വായിക്കുമ്പോൾ, പഴയ നിയമത്തിലാണെങ്കിൽ മുന്തിരി ഭക്തന്റെ ലക്ഷണമാണ്. ആമേൻ സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മുന്തിരിയും സാക്ഷാൽ ക്രിസ്തുവാണ്. ആമേൻ സ്തോത്രം. എവിടെ ദൈവവുമായ ഒരു ബന്ധമുണ്ടോ അവിടെ നിന്ന് സിംഹം ചാടി വരും. ആമേൻ. ഹല്ലേലൂയ. അത് കണ്ട് ഭയപ്പെടേണ്ട. നമ്മൾ ദൈവവുമായി അധികം ചേർന്ന് നിൽക്കുമ്പോൾ സിംഹം ചാടി വരും. ആമേൻ. കാരണം സിംഹത്തിനറിയാം ഈ കൂട്ട
കൂട്ടായ്മ അവനെ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കും. ആമേൻ. താങ്ക് യു ലോർഡ്. അവന്റെ അന്വേഷണങ്ങൾക്ക് അറുതി വരുത്തും, നിന്റെ കാത്തിരിപ്പിന് അറുതി വരുത്തും. അതുകൊണ്ട് സിംഹം ചാടി വരും. ആമേൻ. ഓ സ്തോത്രം. അതിന്റെ നേരെ ചെല്ലുന്നവൻ അതിനെ കീറിക്കളയും, ഓടുന്നവൻ ഓടും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സിംഹത്തെ ഓടിത്തോൽപ്പിക്കാമെന്ന് കരുതണ്ട, കീഴ്പ്പെടുത്താൻ പറ്റുമെങ്കിൽ കീഴ്പ്പെടുത്തിക്കോ. ആമേൻ. സ്തോത്രം. ഇന്ന് ഈ പകലിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ചില സിംഹങ്ങൾക്ക് മധ്യത്തിൽ ഭയന്ന് നിൽപ്പുണ്ട്. നീ ഓടിത്തോൽപ്പിക്കരുത്. സിംഹത്തെ ഓടിത്തോൽപ്പിക്കാനൊന്നും നിന്റെ കാലിന് ബലമില്ല. നീ എതിർത്ത് നിൽക്കുമെങ്കിൽ നിന്റെ മേൽ ഇറങ്ങി വരുന്ന ഒരു ശക്തിയുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരും. നിന്റെ ലക്ഷ്യത്തിന് വിരോധമായി ആമേൻ കൂട്ടായ്മയുടെ മധ്യത്തിൽ നിന്ന് നിന്നെ ഓടിച്ചു കളയുവാൻ തക്കവണ്ണം ചാടി വരുന്ന ചില സിംഹങ്ങളെ നീ വെറും കൈകൊണ്ട് സ്തോത്രത്തോടെ കീറുക. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവിടെ മുദ്രിയുടെ അനുഭവം മാത്രമേ ഉള്ളൂ. ആമേൻ. സ്തോത്രം. അവിടെ ആരാധനയും പാട്ടും ദൈവസാന്നിധ്യവും മാത്രമേ ഉള്ളൂ. പക്ഷേ കീറിക്കളഞ്ഞവൻ പിറ്റേ ആണ്ടിൽ വേറൊരു സംഭവം കാണുകയാണ്. അവിടെ ഒരു തേൻകൂട്. ആമേൻ. സ്തോത്രം. എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലത് ആമേൻ ദൈവവുമായുള്ള ബന്ധം മുഖാന്തരം ആമേൻ നിങ്ങളുടെ ജീവിതത്തെ മധുരിപ്പിക്കുന്ന ചിലത് കർത്താവ് നിങ്ങളുടെ കരങ്ങളിൽ തരുവാൻ പോകുക. ആമേൻ. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് ആമേൻ സ്തോത്രം വിശ്വാസികളുടെ നിങ്ങളുടെ ഭവനത്തിനകത്ത് വിശ്വാസികളുള്ള എണ്ണത്തിലുള്ള വർധനയാവാം. ആമേൻ. സ്തോത്രം. അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ മധുരം. ഓ സ്തോത്രം. 2025 നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഓ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഈ സാഹചര്യം അനുസരിച്ച് ആമേൻ സ്തോത്രം ദൂതുകൾ ദൈവാലോചനകൾ പലരും മറന്നു പോകും. പക്ഷേ ഞാൻ മറക്കത്തില്ല. ആമേൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞത് ഈ ഞായറാഴ്ച ആകുമ്പോഴും പറയുന്ന കാര്യത്തിൽ എനിക്ക് ഒരു മടിയുമില്ല. സാഹചര്യം പോയി പണി നോക്കുവാൻ പറ. ആമേൻ. ചിലർ കുതിച്ചെഴുന്നേൽക്കും. ആമേൻ. നടക്കും, തുള്ളും. ആമേൻ. പുറത്ത് കിടന്നവൻ അകത്ത് കടന്നു ദൈവത്തെ ആരാധിക്കും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർ കുതിച്ചെഴുന്നേൽക്കും. വീണ് പോയിടത്ത് നിന്ന് ചിലർ കുതിച്ചെഴുന്നേൽക്കും. ആമേൻ. നടക്കും. ആമേൻ. പിന്നെ തുള്ളും. പിന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നോക്കൂ, ആ വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ പിന്നെയും ക്ഷണിക്കുകയാണ്. ആമേൻ. അപ്പോൾ ഇത് യഹോവയാൽ ഉണ്ടായതെന്ന് അവൻ്റെ അപ്പനും അമ്മയും അറിഞ്ഞിരുന്നില്ല. ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. അവൻ ഫെലിസ്ത്യരുടെ നേരെ അവസരം അന്വേഷിക്കുകയായിരുന്നു. അവസരം കിട്ടി. അവിടെ നിൽക്കട്ടെ. അടുത്ത ആ കാലത്ത് ഫെലിസ്ത്യരായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത്. ഒരു ആത്മീയ മർമ്മത്തിലേക്ക് ഈ 2025 പ്രാരംഭ ദിവസങ്ങളിൽ സഭയെ എന്നെ കേൾക്കുന്ന പ്രിയരെ ഞാൻ ക്ഷണിക്കുകയാണ്. ആരാണ് ഫെലിസ്ത്യർ? ആമേൻ. സ്തോത്രം. നോക്കൂ, ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ എവിടെയൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ ആമേൻ ശക്തരായി രേഖപ്പെടുത്തുന്നുവോ അതിനെല്ലാം ഓപ്പോസിറ്റായി ഫെലിസ്ത്യൻ എന്നൊരു പേര് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ. ഫെലിസ്ത്യൻ്റെ പേരിന് മാറ്റമില്ല. അങ്ങനെ ഫെലിസ്ത്യൻ എന്ന പേര് തുടർന്നു കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിൽ അനേകരുടെ പേരുകൾ മാറി മാറി വരുന്നു, രാജ്യത്വങ്ങൾ മാറി മാറി വരുന്നു, ന്യായാധിപന്മാർ മാറി മാറി വരുന്നു. എന്നാൽ ഫെലിസ്ത്യൻ്റെ പേരിന് മാറ്റമില്ല. ഫെലിസ്ത്യൻ എന്ന പേരിന് അർത്ഥം സൂത്രശാലി അല്ലെങ്കിൽ സ്വാർത്ഥൻ എന്നാണ്. ആമേൻ. സൂത്രശാലി അല്ലെങ്കിൽ സ്വാർത്ഥൻ എന്നാണ് ഫെലിസ്ത്യൻ എന്ന വാക്കിന് അർത്ഥം. പ്രസ്തുത ദൂതിനടിസ്ഥാനമായിരിക്കുന്ന സംഭവം, ആ ചരിത്രം നടക്കുന്ന സമയത്ത് ഫെലിസ്ത്യനെതിരെ അവസരമന്വേഷിച്ചായിരിക്കുന്ന സിംഷോൻ സമയം ഏകദേശം അല്ലെങ്കിൽ വർഷം കാലഘട്ടം ഏകദേശം BC കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പ് 1352. ആമേൻ. അതുമുതൽ 1000 BC വരെയാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അർത്ഥം 1352. ഇപ്പോൾ 2024 ഏകദേശം ആമേൻ സ്തോത്രം 370 പരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ആമേൻ ഇന്ന് രാവിലെ നമ്മൾ കൈയടിച്ച് സ്തുതി കൊണ്ടിരിക്കുന്നത്. 3370 പരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആമേൻ സ്തോത്രം സംഭവത്തെക്കുറിച്ച്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയ അടുത്ത മൊമെന്റിൽ നിങ്ങൾ ചെയ്യുവാനുള്ളത്, നിങ്ങളുടെ കയ്യിലെല്ലാം മൊബൈൽ കാണും. ആമേൻ. അതിലെല്ലാം വാർത്താ ചാനൽ, ഇന്ന് പത്രം ആവശ്യമില്ലല്ലോ, മൊബൈലിലൊക്കെ ആമേൻ ന്യൂസ് പേപ്പേഴ്സിൻ്റെ ഒക്കെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ വീട്ടിൽ പോയി പെട്ടെന്നൊരു വാർത്താ ചാനൽ ഇട്ട് നോക്കിയാൽ 5 മിനിറ്റിനകത്ത് അതിനകത്ത് സ്ക്രോൾ ചെയ്ത് വരുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പാലസ്തീൻ പ്രശ്നത്തിൽ ആമേൻ അമേരിക്ക ഇടപെടുന്നു, ഇറാഖ് ഇടപെടുന്നു, ഇറാൻ ഇടപെടുന്നു, മറ്റവർ ഇടപെടുന്നു, മറിച്ചവർ ഇടപെടുന്നു. 150 ദിവസത്തിലധികമായി യുദ്ധം നടക്കുന്നുണ്ട്. തുടങ്ങിയത് ഇവിടെ നിന്നാണ് പറയുന്നത് 3000 ആമേൻ സ്തോത്രം ഏകദേശം 370 വർഷത്തിനു മുമ്പുണ്ടായിരുന്ന ഒരു സംഭവം ഇന്നും തീർന്നിട്ടുണ്ടോ? യുദ്ധം ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ.
ആമേൻ, സ്തോത്രം. ഇത്രയും കാലമായിട്ടും ജയിക്കാൻ പറ്റിയില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. ഹിസ്കിയാവിൻ്റെ കാലത്ത് പൂർണ്ണമായിട്ട് ജയിച്ചതാ. ആമേൻ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും റോമ ഭരണകൂടത്തിൻ്റെ കീഴിൽ ആമേൻ ഈ ഫെലിസ്തീർ പൂർണ്ണമായിട്ടും ആമേൻ തകർക്കപ്പെട്ടതാ. പക്ഷേ ആമേൻ അടുത്തൊരു സീസൺ ആകുമ്പോൾ ഫെലിസ്തീൻ പിന്നെയും പുനർജനിക്കും. ആമേൻ. ആ അടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആമേൻ. നിനക്കൊരു ശത്രു ഉണ്ടെങ്കിൽ, അവൻ പിശാചാണെങ്കിൽ, അവൻ സർവ്വകാലത്തേക്കുമായി ആയുധം വയ്ക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾക്കൊരു ശത്രു ഉണ്ടെങ്കിൽ, ആ ശത്രുവിന് മേൽ പിശാചാണെങ്കിൽ, അവൻ സദാകാലത്തേക്കുമായി ആയുധം വയ്ക്കത്തില്ല. എപ്പോഴും നിങ്ങൾ പോർമുഖത്ത് യുദ്ധസന്നദ്ധരായി നിൽക്കണം. ആമേൻ. അവൻ എപ്പോഴാണ് പത്തി മടക്കി ഇരുന്ന സ്ഥാനത്ത് നിന്ന് തിരിച്ചു വരുന്നതെന്ന് നമുക്കറിയുവാനായിട്ട് കഴിയത്തില്ല. കാരണം അവൻ സൂത്രശാലിയാണ്. സിംശോൻ്റെ കാര്യത്തിൽ തന്നെ നോക്കിയേ, ഫെലിസ്ത്യൻ്റെ സൂത്രം എന്താ? സിംശോൻ കണ്ടുവച്ചിരുന്ന പെണ്ണിനെ സോപ്പിട്ട് അവളോട് പറഞ്ഞ് സിംശോനെ ബന്ധിക്കുക. ആമേൻ. ചതിയനാണ്. ആമേൻ, സ്തോത്രം. ഫെലിസ്ത്യൻ്റെ തന്ത്രങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇന്നും അവൻ വിശ്വാസികളെ തകർത്ത് കളയും. ആത്മീയ കാര്യമാണ്, ഞാൻ യുദ്ധത്തിലേക്കൊന്നുമല്ല പോകുന്നത്. ആമേൻ. ഇന്നും ആമേൻ വിശ്വാസികളുടെ അവരുടെ വിശ്വാസ ജീവിതത്തെ അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത് നൽകിയ വാഗ്ദത്തത്തെ സൂത്രത്തിൽ കവർന്നെടുക്കുവാൻ പൈശാചിക മണ്ഡലം വർക്ക് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. നേരിട്ടല്ല പരിപാടി, രഹസ്യത്തിലാണ്. ആമേൻ. ഈ യുദ്ധങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യുദ്ധ കാര്യങ്ങളൊക്കെ ഒരു ദിവസം പെട്ടെന്ന്, സെപ്റ്റംബർ മാസമാണെന്ന് തോന്നുന്നു, പെട്ടെന്ന് ആമേൻ ഇസ്രായേലിൽ ഒരു ആക്രമണം ഉണ്ടായി. അപ്പോൾ പത്രങ്ങളെല്ലാം എന്താ പറഞ്ഞ്, ഇസ്രായേലിലുള്ള എല്ലാവരും സന്തോഷമായിട്ട് പാട്ടൊക്കെ പാടി നെഹന്യാവ് നന്നായി ഭരിക്കുന്നു, രാജ്യം സമ്പദ് സമൃദ്ധമായി മാറിയിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഇവിടെ 10,000 രൂപ കൂലി കിട്ടുന്ന സ്ഥാനത്ത് രാജ്യത്തിൻ്റെ സമൃദ്ധി അറിയണമെങ്കിൽ അവിടെ 4 ലക്ഷവും 5 ലക്ഷവും ഒക്കെയാണ് അതിന് തത്തുല്യമായ കൂലി. അത്രമാത്രം രാജ്യം, ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനം വസിക്കുന്ന രാജ്യം സമൃദ്ധി അനുഭവിച്ചുകൊണ്ടായിരിക്കുന്നു. അവരങ്ങനെ പാട്ടും പാടി സന്തോഷിച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കുറേ ഫെലിസ്ത്യന്മാർ ഇരച്ചു കയറി. ആമേൻ. അവർ പുറമേ നിന്ന് ആക്രമിച്ചു. അത് കഴിഞ്ഞ് അവരെന്ത് ചെയ്താ? അവർ ഭൂമിക്ക് അടിയിൽ കൂടി തുരങ്കം ഉണ്ടാക്കി. ആമേൻ. അവർ ഭൂമിയുടെ അടിയിൽ കൂടെ തുറന്ന് പാവപ്പെട്ട ഇസ്രായേലിയർ, ആമേൻ, സ്തോത്രം, അവർ ചിരിച്ചു കളിച്ച് സന്തോഷിച്ചതിൻ്റെ അടിയിൽ കൂടെ എത്തി. ആമേൻ. അപ്പം നമുക്ക് പോരാട്ടമുള്ളത് തുരപ്പനിലിയോടാ. ആമേൻ, സ്തോത്രം. ആരല്ലോ നമ്മൾ പോലും അറിയത്തില്ല നമ്മുടെ സ്തോത്രം കാലുറച്ചു വച്ചിരിക്കുന്നതിൻ്റെ അടിയിൽ നിന്ന് ചില തുരപ്പനൊക്കെ തുറന്നുകൊണ്ടിരിക്കും. 2025 അങ്ങനെ തുരന്ന് ദൈവമക്കളെ നിരാശയിലാക്കുന്ന, ദൈവമക്കളെ വേദനിപ്പിക്കുന്ന, ദൈവമക്കളുടെ കൂട്ടായ്മയെ തകർത്ത് കളയുന്ന ചില തുരപ്പനെലികളെ പുകച്ച് ദൈവം പുറത്ത് ചാടിക്കും. നിന്റെ കുടുംബത്തിന് വിരോധമായി തിരിച്ചറിയുന്നവർക്ക്, നിന്റെ തലമുറകൾക്ക് വിരോധമായി, നിന്റെ നന്മകൾക്ക് ആമേൻ, സ്തോത്രം. ശ്രദ്ധിക്കണമേ. ആമേൻ. ഈ ഭാഗം വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ചിന്തയുണ്ട്. ആമേൻ. സിംശോൻ കാണിക്കുന്നത് മുഴുവൻ തല്ലുകൊള്ളിത്തരമാണ്. ആമേൻ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആ സംഭവിക്കുന്നതിനിടയായവരെ കുറിച്ചുള്ള നമ്മുടെ വീക്ഷണവും ഇതായിരിക്കും. ആമേൻ. ഇതൊക്കെ തല്ലുകൊള്ളിത്തരം, ഇതൊക്കെ ആവശ്യമില്ലാത്തതാണ്. പക്ഷെ ഒന്ന് നമ്മൾ തിരിച്ചറിയണം, അതിന് പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. ആമേൻ. രണ്ടാമത്തെ കാര്യം നമ്മൾ തിരിച്ചറിയണം, ഇവൻ സിംശോനാണ്. ആമേൻ. സിംശോനെ വേറെ ആർക്കും കരങ്ങളിൽ എടുക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് മാത്രമേ കരങ്ങളിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. ഒന്നുകിൽ സിംശോനും, ആമേൻ, സ്തോത്രം, ദൈവവും വിചാരിച്ചാൽ മാത്രമേ ആമേൻ അവർക്ക് പ്രയോജനപ്പെടുവാൻ കഴിയത്തുള്ളൂ. എല്ലാ ദൈവമക്കളും അങ്ങനെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളെ ആമേൻ മനുഷ്യനോ പിശാചോ നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരോട് ആയിരിക്കുന്നിടത്തോളം കരങ്ങളിൽ എടുക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നീ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ നിന്നെ കരങ്ങളിൽ എടുക്കുവാൻ ഒരു ശക്തിക്കും ഒരു പിശാചിനും ഒരു മന്ത്രവാദിക്കും കഴിയത്തില്ല. അപ്പോഴാണ് ആമേൻ സൂത്രത്തിലൂടെ ആമേൻ സ്തോത്രം പിശാച് പണി തുടങ്ങുന്നത്. ആമേൻ. ആമേൻ, സ്തോത്രം. നോക്കൂ, എന്താണോ സിംശോന് ഏറ്റവും ഇഷ്ടമായി തോന്നിയത് അവിടെ വച്ച് തന്നെ പിശാച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ആമേൻ. നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ 2025 പ്രാരംഭ ദിവസങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ എന്താണോ കൂടുതലായി ലക്ഷ്യം വെക്കുന്നത്, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ആത്മീയ ജീവിതമായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഭാവി ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ ആമേൻ നമ്മുടെ കുടുംബജീവിതം, നമുക്കൊരു വീട്, അല്ലെങ്കിൽ നമുക്ക് വസ്തുവകകൾ, നമുക്ക് തൊഴിൽ, വിദ്യാഭ്യാസം, ഇങ്ങനെ പലതും ലക്ഷ്യം വെച്ചായിരിക്കാം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. എന്നാൽ പിശാച് ചെയ്യുന്നത് എന്താ? നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന ആ ലക്ഷ്യത്തെ കൈയടക്കി വെച്ചുകൊണ്ട് പിശാച് നമ്മളെ വെല്ലുവിളിക്കും.
ഹല്ലേലൂയ. ദലീലിയെ കയ്യിലെടുത്തുകൊണ്ട് ആമേൻ ഫെലിസ്ത്യൻ ആമേൻ സിംശോനെ വെല്ലുവിളിച്ചു. ആമേൻ സ്തോത്രം. പക്ഷെ ഫെലിസ്ത്യൻ അറിയാത്തൊരു കാര്യമുണ്ട്, ഇവൻ സിംശോനാണ്. ആമേൻ ഇവൻ്റെ വംശത്തിൻ്റെ പേര് ഇസ്രായേൽ എന്നാണ്. അതുകൊണ്ട് അന്ന് ആമേൻ ഫെലിസ്ത്യൻ്റെ പാടം മുഴുവനും കത്തിപ്പോയി. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ ചില ഫെലിസ്ത്യന്മാരുടെ ആമേൻ വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുന്ന ചിലരുടെ പാടം കത്തിക്കപ്പെടുവാൻ പോകി. ആമേൻ ഹല്ലേലൂയ. അവൻ കൊയ്യുവാൻ വേണ്ടി വിതച്ചു നിർത്തിയിരിക്കുന്നതിനെ ആമേൻ സ്തോത്രം ശിംശോനെ നിന്റെ കൈ കൊണ്ട് ദൈവം കത്തിക്കുവാൻ. ഓ രാധാര ശഖ റദരെ ഷന്ധാരകന, നിന്നെ പിശാച് നോട്ടമിട്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ ശത്രു കരങ്ങളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ, നിന്നിലൂടെ രാധാര ശഖ ദൈവിക പദ്ധതിക്ക് ഒരു വിഘാതം ഉണ്ടാക്കാമെന്ന് പിശാച് കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ, നിന്നിലൂടെ തന്നെ അവന്റെ പാടശേഖരങ്ങളെ, അവന്റെ നീക്കിയിരിപ്പിനെ, അവന്റെ സമ്പത്തിനെ, അവന്റെ ശക്തിയെ എന്റെ ദൈവം നശിപ്പിക്കുവാൻ. ഓ രാധരെ ഷന്ധാരകന. Thank you Lord. Hallelujah. സ്തോത്രം. ആമേൻ. സിംശോനിലൂടെ തന്നെ ആമേൻ. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക, ആമേൻ, ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിക്കകത്താണ് നമ്മളായിരിക്കുന്നത്. ആമേൻ. നമ്മൾ മാനുഷികമായ ഒരു കാര്യങ്ങളെ ചിന്തിക്കരുത്, മാനുഷികമായ ഒരു കാര്യങ്ങളെ വിലയിരുത്തരുത്. ആമേൻ സ്തോത്രം. ചില വയലുകൾ ദേശത്തിൽ കത്താറായിരിക്കും. ആമേൻ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. സിംശോന് വിളവിയാലേ ആമേൻ സ്തോത്രം വയലുകൾ കത്തത്തുള്ളൂ. ആമേൻ. ഫെലിസ്ത്യൻ്റെ ആമേൻ ഭണ്ഡകശാലകളിൽ ആമേൻ ഒരു കുറവ് വരത്തുള്ളൂ. ശത്രുവിൻ്റെ ആമേൻ നീക്കിയിരിപ്പിൽ ഒരു ശേഷിപ്പ് വരത്തുള്ളൂ. ആമേൻ. സിംശോന് മേൽ ആത്മാവ് വന്നാലേ ആമേൻ സ്തോത്രം ചിലതിനൊക്കെ ഒരു അറുതി ഉണ്ടാകത്തുള്ളൂ. ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ 2025 ആമേൻ ആവർത്തിച്ചു പറയട്ടെ, നിന്നെ കരങ്ങളിലെടുത്ത് നിന്നെയും ആമേൻ നിനക്കൊപ്പമുള്ളവരെ സങ്കടപ്പെടുത്തുവാൻ തക്കവണ്ണം ശത്രു ഒരുക്കിയ പദ്ധതികളെ, ആ പദ്ധതിക്ക് കാരണമായ ശത്രുവിന്റെയും അവന്റെ പാടശേഖരത്തെയും തകർക്കുവാൻ തക്കവണ്ണം ഓ രാധാര ശഖ അഭിഷേകത്തോടെ അധികാരത്തോടെ എന്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്ന് ഓ ശഖാരാധരെ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതി. ഓ ആഹിധാര ശഖ. ആമേൻ. ഹല്ലേലൂയ. ഓ രാധാര ശഖ. ആമേൻ. ഈ സ്തോത്രം 14-15 അധ്യായമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ പാടശേഖരം എല്ലാം കത്തിയതിൻ്റെ അന്ന് രാത്രി ഈ ഫെലിസ്ത്യരെല്ലാവരും കൂടെ ഇരുന്ന് പറഞ്ഞ എന്ത് കാര്യമായിരിക്കും സംസാരിച്ചത്? ഏത് സമയത്താണോ ആ വായി നോക്കിയതിനടുത്ത് നമുക്ക് പോകാൻ തോന്നിയത്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഈ 2025 ആമേൻ നിശ്ചയമായും ആമേൻ ശത്രു തൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന ചില ഇടങ്ങൾ ആമേൻ തകർക്കപ്പെടും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ആമേൻ ശത്രു കൈവയ്ക്കുവാൻ ശ്രമിച്ചത് ആമേൻ ഭക്തന്റെ മക്കളെയാണ്. ആമേൻ. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവരുടെ തലമുറയാ ശത്രു കരങ്ങളിലെടുത്തത്. ആമേൻ. ആ ശത്രു ആമേൻ ഭക്തന്റെ തലമുറകളുടെ മേൽ നോട്ടമിട്ടിട്ടുണ്ടെങ്കിൽ, ഭക്തന്റെ തലമുറകളുടെ മേൽ ശത്രു കൈവച്ചിട്ടുണ്ടെങ്കിൽ, ഭക്തന്റെ തലമുറകളുടെ മേൽ ശത്രു അവകാശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ തലമുറയെ കണ്ട് ഓ രാധാര ശത്രുവിന്റെ ശക്തി കേന്ദ്രങ്ങളെ, പിശാചിന്റെ ശക്തി കേന്ദ്രങ്ങളെ, അവന്റെ കോട്ട കൊത്തളങ്ങളെ എന്റെ ദൈവം 2025 രാധാര ശഖ റദരെ ദേശത്തിലെ മദ്യപാന കമ്പനികളെ, ദേശത്തിലെ കുടുംബകലഹമുണ്ടാക്കുന്ന കൂട്ടുകെട്ടുകളെ, ദേശത്തിൽ പൈശാചിക മണ്ഡലത്തെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഓ റിധാര ശഖ റദരെ ദുഷ്ട വ്യാപാരങ്ങളെ, ദേശാധിപത്യ മണ്ഡലങ്ങളെ. ഓ താങ്ക് യു ലോർഡ്. ആ റിധാര ശഖ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സിംശോനും തെറ്റത്തില്ല, അവൻ്റെ ദൈവത്തിനും തെറ്റത്തില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കരയിപ്പിച്ച കാരണങ്ങൾക്ക് പിന്നിലെ ദൈവിക ഉദ്ദേശം ആമേൻ നിശ്ചയമായും 2025 വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. സ്തോത്രം. ഇത് ആമേൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരമായൊരു കാര്യമല്ല. ആമേൻ. നമ്മൾ ദൈവമക്കൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. ആമേൻ. പല പൊട്ടന്മാരും ആമേൻ സ്തോത്രം പിശാചാൽ പിടിക്കപ്പെട്ട് മൂള കെട്ടുപോയവന്മാർ ആമേൻ സ്തോത്രം പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും ഇത് കെട്ടുകഥയാണെന്ന്. ആമേൻ. കെട്ടുകഥയാണ്. 3500 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും അടിതീരാത്ത കെട്ടുകഥ. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നമുക്ക് തെളിവന്വേഷിച്ച് വേറെ ബുക്ക് തപ്പി പോണ്ട, പത്രം എടുത്തു വെച്ച് വായിടാന്ന് പറഞ്ഞാൽ മതി. ആമേൻ. നിന്റെ തലയ്ക്കൊക്കെ താള് താമസം ഉണ്ടെങ്കിൽ നീ പത്രം എടുത്തു വെച്ച് വായിടാന്ന് പറഞ്ഞാൽ മാത്രം മതി, തീരുന്നതേ ഉള്ളൂ. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി വേറെ ഒന്നും അന്വേഷിച്ചു പോണ്ട. ഈ കാലം തന്നെ നമ്മുടെ വിശ്വാസത്തിനായി ചിലതിനെ മുൻപിൽ വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നോക്കിയേ. ആമേൻ. ഇവർ സന്തോഷത്തോടെ ഇവരുടെ രാജ്യവും കെട്ടിപ്പടുത്ത് അവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കുക. അപ്പോൾ അടിയിൽ കൂടെ തുരങ്കം ഉണ്ടാക്കി കളിക്കുക. ആമേൻ.
ഈ തുരങ്കം ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മളൊരു നിസ്സാരം കിണർ കുഴിക്കണമെങ്കിൽ തന്നെ ദിവസങ്ങളെടുക്കും. ഇത് തുരങ്കം എന്ന് പറഞ്ഞാൽ അങ്ങ് കിലോമീറ്ററുകളോളം. പത്രങ്ങളിലൊക്കെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഗാസയുടെ അടി മുഴുവൻ തുരങ്കം എന്നാണ് പറയുന്നത്. അവിടെ തുരങ്കം ഇല്ലാത്തൊരു സ്ഥലവും ഇല്ല. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം മുകളിൽ കൂടെ നടക്കുമ്പോഴും അടിയിൽ ഇവരൊക്കെ തുരന്നുകൊണ്ടിരിക്കുക. അത് 1-2 ദിവസം കൊണ്ടല്ല, ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ തുരപ്പ് തുടങ്ങിയെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവജനമേ നമ്മൾ അറിയുന്നില്ല, നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്ന അന്ന് മുതൽ ചില തുരപ്പന്മാർ തുരപ്പ് തുടങ്ങിയിട്ടുണ്ട്. ചില തുരപ്പന്മാർ നമ്മൾ ഒന്ന് തീരുമാനമെടുത്ത്, ഞാൻ ഇനി കർത്താവിന് വേണ്ടി നിൽക്കാം, എനിക്കിനി ദൈവം മതി, എനിക്കിനി സന്തോഷമായിട്ട് ജീവിക്കണം, എനിക്കിനി നന്നായിട്ടിരിക്കണം, എനിക്കിനി അനുഗ്രഹം പ്രാപിക്കണം. ഈ 2025 പ്രാരംഭ ആഴ്ചയിലിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ചിന്ത ഇതാ. നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ മുകളിലോട്ട് നോക്കുന്നത് പോലെ താഴോട്ടും കൂടെ നിങ്ങൾക്കൊരു ശ്രദ്ധ വേണം. കാലുറപ്പിച്ച് ചവിട്ടിയിരിക്കുന്നതിൻ്റെ അടിയിലൂടെ തുരപ്പം തുറന്നു തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം എന്ന് പറഞ്ഞ് ഈ തുരപ്പം തുറന്ന് കുഴിക്കകത്ത് നീ വീഴത്തില്ല. ഇസ്രായേൽ സൈന്യം എന്താ ചെയ്തേ? അതിനകത്ത് വെള്ളം കയറ്റിയും പുകയിട്ടും ഇവരെയൊക്കെ പുകച്ച് പുറത്ത് ചാടിച്ചു. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലതിനൊക്കെ നീ പുകച്ച് പുറത്ത് ചാടിക്കും. വർഷങ്ങൾ കൊണ്ട് തുരന്ന് നിന്നെ വീഴ്ത്താനും നിന്നെ കുഴിക്കകത്താക്കാനും കാത്തിരിക്കുന്ന ചിലതിനെയൊക്കെ 2025 നീ പുകച്ച് പുറത്ത് ഷാഖാറാധരെ ചില തുരപ്പനെയൊക്കെ ചില കൃമികീട സഭ തിരിച്ചറിയുന്നവർക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ചില തുരപ്പനെയൊക്കെ ഫെലിസ്ത്യൻ എന്ന തുരപ്പനെ, സൂത്രശാലി എന്ന തുരപ്പനെ, സ്വാർത്ഥൻ എന്ന തുരപ്പനെ, ചതിയൻ എന്ന തുരപ്പനെ, ഓരോ കാലഘട്ടത്തിലും ദൈവജനത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന ഫെലിസ്ത്യന്റെ പിന്നിൽ വ്യാപരിക്കുന്ന വൈശാചിക മണ്ഡലം എന്ന തുരപ്പന് പുകച്ച് പുറത്ത് ചാടിക്കുന്ന ഒരു അഭിഷേകത്തെ 2025 പ്രാരംഭ ദിവസങ്ങള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന മേൽ പകരിയ യേശുവിന്റെ നാമത്തിൽ receive it. Thank you Lord. Amen. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകുവാൻ വേണ്ടി ഞാൻ ഈ സമകാലീന സംഭവങ്ങൾ കൂടെ പറഞ്ഞത്. സ്തോത്രം. നമുക്ക് പോലും സേവ് ഗാസ എന്ന് പോസ്റ്റ് ഇടാനൊക്കെ തോന്നും. ആ വിധത്തിലാണ് പാവപ്പെട്ട കൊച്ചു പിള്ളേരും സ്തോത്രം സ്ത്രീകളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത്. കാണുമ്പോൾ സഹതാപം തോന്നും, പാവമാണ്. പക്ഷെ അടിയിലെന്താ? അടിയിൽ മുഴുവൻ തുരങ്കം കുഴിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നമ്മൾ കാണുന്നിടത്ത് ശത്രു ഇതുപോലെ നല്ലവരൊന്നുമില്ല. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ശത്രു രാജ്യത്തിലെ ഫെലിസ്ത്യൻ്റെ നാട്ടിലെ പ്രധാന വരുമാനം ഇസ്രായേലിലെ ജോലിയാണ്. ഇവർക്കെല്ലാം ജോലി കൊടുക്കുന്നത് ഇസ്രായേലാണ്. പുറമേ ജോലി കൊടുത്ത് അവരെ സ്നേഹിച്ച് സംരക്ഷിച്ച് നിർത്തുമ്പോഴും അടിയിൽ കൂടെ പണി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ പലരെയും പാവമെന്ന് കാണും. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും. നമ്മൾ ദൈവമക്കളാകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണ് ലോകത്തിൽ അടഞ്ഞിട്ട് അങ്ങ് ഉയരത്തിൽ തുറക്കും. അത് നല്ലതാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ചുറ്റുമുള്ളവരെ കാണത്തില്ല. നമ്മൾ ഭക്തരാകുമ്പോൾ നമ്മൾ വിചാരിക്കും ചുറ്റുമുള്ളവർ നന്നായെന്ന്. പ്രിയരെ, നമ്മൾ മാത്രമേ നന്നായുള്ളൂ, ചുറ്റുപാടും ഒന്നും മാറിയിട്ടില്ല. ഹല്ലേലൂയ. ചുറ്റുമുള്ളവരൊക്കെ പഴയ ആൾക്കാർ തന്നെയാണ്. അവർക്ക് അങ്ങനെ മാറ്റമൊന്നും വരത്തില്ല. അങ്ങനെ മാറ്റം വന്നാൽ കളി തീർന്നു പോകത്തില്ലേ? അങ്ങനെ മാറ്റം വരത്തില്ല. ഈ ഫെലിസ്ത്യൻ പണി നിർത്തത്തില്ല. ഒരു ഹിസ്കിയാവിൻ്റെ കാലത്ത് നശിച്ച അടുത്ത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് എഴുന്നേറ്റ് വരും. റോമ ഭരണകാലത്ത് നശിച്ച വീണ്ടും കുറെ കഴിയുമ്പോൾ എഴുന്നേറ്റ് വരും. സ്തോത്രം. അവനങ്ങനെ പണി നിർത്തി പോകത്തില്ല. അപ്പം നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും ചുറ്റുപാടുള്ളവരെല്ലാം നന്നായിട്ടില്ല. ചിലർക്ക് ഇപ്പോഴും ഒരു കിറുകിറുപ്പുണ്ട്. അങ്ങനെ നീ നന്നാവണ്ട. സ്തോത്രം. ഹല്ലേലൂയ. പള്ളിയിലൊക്കെ പോയിക്കോ, പക്ഷേ അതിലപ്പുറമൊക്കെ എന്തിനാ? ഞായറാഴ്ച പള്ളിയിൽ പോയാൽ പോരെ? വെള്ളിയാഴ്ച എന്തിനാ പോകുന്നേ? പ്രാർത്ഥിച്ചാൽ പോരെ? എന്തിനാ ഉപവസിക്കുന്നേ? വൈകുന്നേരം കുറച്ചു നേരം ദിവസത്തിൽ ഇരുന്നാൽ പോരെ? എന്തിനാ പകൽ മൊത്തം പ്രാർത്ഥിക്കുന്നത്? നമ്മൾ കേട്ടിട്ടില്ലേ? സ്തോത്രം. ഇതൊക്കെ ചുമ്മാ വരുന്നതെന്നാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് കൊണ്ട് ആർക്കെങ്കിലും ഒരു ദോഷം എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ ഇപ്പോൾ ഏകദേശം ആരും വീട്ടിൽ നിന്ന് ശബ്ദത്തിലൊന്നും പ്രാർത്ഥിക്കത്തില്ല. മുറിക്കകത്തിരുന്ന് അവനവൻ്റെ കാര്യം നോക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആർക്കും ഒരു ശല്യമില്ല, ആർക്കും ഒരു ഉപദ്രവമില്ല, ആരെയും. പിന്നെ എന്തിനാണ് ഇവർക്ക് ഇത്ര സഹിക്കാൻ പറ്റാത്തത്? സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് പിന്നിൽ കാരണമുണ്ട്. ചില തൊരപ്പനെലികൾ സ്തോത്ര ചുറ്റുപാടുകളിലുണ്ട്. 2025 ഈ പ്രാരംഭ ദിവസം തൊരപ്പനെലികളെ പുകച്ച് പുറത്ത് ചാടിപ്പിക്കുന്ന ദിവസം. അവസരത്തിന് വിരോധമായി അവസരം പ്രയോജനപ്പെടുത്തുവാൻ കഴിയാത്ത
ജീവിതത്തിൽ ആമേൻ കുഴിക്കകത്താക്കുവാൻ തക്കവണ്ണം കാത്തിരിക്കുന്ന ചില തുരപ്പനലികളെ നിന്റെ വാഗ്ദത്തം നീ പ്രാപിച്ചെടുക്കുവാൻ ഇടവരുതെന്ന്, നീ കേട്ടതും നീ കാത്തിരുന്നത് നിന്റെ അവസരവും നീ പ്രാപിച്ചെടുക്കരുതെന്ന് കാത്തിരിക്കുന്ന ചില തുരപ്പനലികളെ പുകച്ചു പുറത്ത് ചാടിക്കുന്ന ഒരു അഭിഷേകം 2025 പ്രാരംഭത്തിൽ എന്റെ കർത്താവ് നിന്റെ മേൽ പകരുക. നിന്റെ തലമുറകൾക്ക് വിരോധമായി ആമേൻ കുഴി ഒരുക്കുന്ന തുരപ്പനലികളെ, ഫെലിസ്ത്യന്റെ ശത്രുവിനെ, നിന്റെ ഭർത്താവിന് വിരോധമായി, നിന്റെ ഭാര്യയ്ക്ക് വിരോധമായി, നിന്റെ മക്കൾക്ക് വിരോധമായി, നിന്റെ കരിയറിന് വിരോധമായി, നിന്റെ തൊഴിലിന് വിരോധമായി, നിന്റെ ആരോഗ്യത്തിന് വിരോധമായി, ദൈവവും നീയുമായുള്ള ബന്ധത്തിന് അതുൽപരിയായി വർഷങ്ങളായി നീ കേട്ട വാഗ്ദത്തത്തിന് വിരോധമായി യേശുവിൻ നാമത്തിൽ പതിയിരിക്കുന്ന ചില തുരപ്പനയൊക്കെ നീ കാലുറപ്പിച്ച് നിൽക്കുന്നതിന്റെ അടിഭാഗത്തെ തുരന്ന് നിന്നെ മറിച്ചിടുവാൻ, നിന്നെ വീഴ്ത്തി യേശുവിൻ നാമത്തിൽ നിന്നെ വീഴ്ത്തിക്കളയുമെന്ന്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. പ്രിയരേ, ആമേൻ. ഇത് അടിയിൽ കൂടെ തുറക്കുന്ന എന്തിനാ? ആമേൻ. കുറെ തുറക്കുമ്പം ഇടിഞ്ഞ് കുഴിക്കകത്ത് വീണെങ്കിൽ വീഴട്ടെ എന്ന് കാലുറപ്പിച്ച് നിൽക്കരുത്. ആമേൻ. ഇസ്രായേലിൽ എന്താ സംഭവിച്ചത്? ആമേൻ. ഇന്ന് ആമേൻ ലോകത്തിൻ്റെ ഭരണക്രമവും നമ്മുടെ ലോകരാജ്യങ്ങളുടെ നിലയുമൊക്കെ മനസ്സിലാകുന്നവർക്ക്, നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് അറിയത്തില്ല. ഇസ്രായേൽ എന്ന് പറയുന്നത് നിർണായക ശക്തിയാണ്. ആമേൻ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ടൊക്കെയുള്ള പ്രസംഗങ്ങളൊക്കെ ഒത്തിരി നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ആമേൻ. നമുക്കുള്ള പരിമിതമായ സമയത്തിൽ അതേക്കുറിച്ച് വിശദീകരിക്കുവാൻ സമയമില്ല. കർത്താവ് അവസരം തരുന്നുവെങ്കിൽ നമുക്ക് അതേക്കുറിച്ച് കേൾക്കാം. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഇസ്രായേലിന് ശക്തമായൊരു സ്ഥാനമുണ്ട്. ആമേൻ. ലോകക്രമം, മാറി വരുവാൻ പോകുന്ന ലോകക്രമം, എന്തിനു വേണ്ടി? കർത്താവിൻ്റെ വരവിന് വേണ്ടി മാറി വരുവാൻ പോകുന്ന ലോകക്രമത്തിൽ പ്രധാന സ്ഥാനത്ത് നിൽക്കേണ്ടതാരാണ്? ഇസ്രായേലാണ്. ആമേൻ. സമ്പത്ത് കൊണ്ട് പ്രധാന സ്ഥാനത്ത് നിൽക്കേണ്ടത് ഇസ്രായേലാണ്. അവർ സമ്പന്നരാണ്. ആമേൻ. അധികാരം കൊണ്ട് നമ്മളൊക്കെ ഏറ്റവും ശക്തന്മാരെന്ന് വിചാരിക്കുന്ന ഒരു രാജ്യമുണ്ട്. ആമേൻ. ലോക പോലീസ് എന്നൊക്കെ പത്രങ്ങൾ പറയുന്ന രാജ്യം ഏത് രാജ്യമാണെന്ന് അറിയാമോ? അമേരിക്ക. അമേരിക്ക എന്ന് പറഞ്ഞാൽ അവൻ നമുക്കൊക്കെ പെട്ടെന്ന് ഇതാണ് ഏറ്റവും വലിയ രാജ്യം, ഏറ്റവും ശക്തൻ അവരാണ്. അമേരിക്ക 5-6 തവണ കരഞ്ഞ് പറഞ്ഞ് നിർത്തടാന്ന്. നെതന്യാഹു പറഞ്ഞ് ചെവിയായിട്ടൂടെ ജലദോഷം കൊണ്ട് അടഞ്ഞിരിക്കുകയാണ്. ആമേൻ. ശക്തന്മാരാരാണെന്ന് ചോദിച്ചാൽ ആമേൻ, സ്തോത്രം, ദൈവത്തിൻ്റെ ജനമാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാനിത് പറയുന്ന യുദ്ധത്തെ ന്യായീകരിച്ചോ യുദ്ധത്തെക്കുറിച്ചല്ല, എൻ്റെ ദൂതിലേക്ക് വേണ്ടി ഞാൻ വരിക. ആമേൻ. ആ ലോകക്രമം മാറുമ്പോൾ, ആമേൻ, ഇതിപ്പോൾ നമ്മൾ പ്രസംഗിക്കാതിരുന്നാലും കർത്താവ് വരും, ലോകക്രമവും മാറും. ഇതിപ്പോൾ ഞാൻ പ്രസംഗിച്ചെന്ന് പറഞ്ഞ് നിങ്ങളാരും ആമേൻ ഫെലിസ്ത്യനോട് യുദ്ധം ചെയ്യാൻ പോകത്തില്ല എന്ന് എനിക്ക് നല്ലതുപോലെ ഉറപ്പുണ്ട്. ആമേൻ. ആ പേരുകൊണ്ടാണ് പിശാച് വരാൻ വീട്ടിൻ്റെ അടുത്ത് വീട് വെച്ച് താമസിക്കുന്നത്. നമ്മൾ യുദ്ധത്തിന് പോകാത്തതുകൊണ്ട്. നമ്മൾ നാട്ടുകാരോട് യുദ്ധം ചെയ്തില്ലെങ്കിൽ പിശാചിനോട് യുദ്ധം ചെയ്യണം കേട്ടോ. ഹല്ലേലൂയ. അവൻ നാട്ടുകാരൊക്കെ അങ്ങ് ജീവിച്ചു പോട്ടെ, പക്ഷേ പിശാചിനോട് എതിർത്ത് നിൽക്കുന്ന പോരാടുന്ന കാര്യത്തിൽ നമ്മൾ തെല്ലുപോലും പിശാചിനൊരു അവസരവും സാവകാശവും കൊടുക്കരുത്. അവൻ കളവിതച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പണി തുടങ്ങിക്കോളണം. ഹല്ലേലൂയ. സ്തോത്രം. പണ്ട് കൃഷി ചെയ്യുന്ന, കപ്പ കൃഷി ചെയ്യുന്ന, മരച്ചിനി കൃഷി ചെയ്യുന്നവരോട് ചോദിച്ചാൽ അറിയാം. നമ്മുടെയൊക്കെ വീട്ടിൻ്റെ നടയിൽ നമ്മളൊരു കപ്പ കൊണ്ട് വയ്ക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വയ്ക്കും. പെരിച്ചാഴി അടിഭാഗം മുഴുവൻ തിന്ന് തീർത്ത് അത് മറിഞ്ഞ് വീഴുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ശരിയാണ് ഇതിൻ്റെ അടിയിൽ തുരപ്പനുണ്ടായിരുന്നു. പക്ഷെ കപ്പ കർഷകൻ അങ്ങനെയൊന്നുമല്ല. എവിടെയെങ്കിലും മണ്ണ് ഇളവി കിടന്നാൽ അവൻ അറിയാൻ പണി തുടങ്ങിയിട്ടുണ്ട്, അവൻ അന്ന് തിരിച്ച് പണി കൊടുക്കും. ആമേൻ. അല്ലെങ്കിൽ അവൻ്റെ കപ്പയും കാണൂല, അതിൻ്റെ മൂട്ടിൽ കിഴങ്ങും കാണത്തില്ല. അവൻ പിശാചിനോട് എതിർത്ത് നിൽക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം. പിശാച് പണി തുടങ്ങുമ്പോഴേ നമ്മൾ കെണി റെഡിയാക്കിക്കൊള്ളണം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആമേൻ. സ്തോത്രം. നമുക്കിനി നഷ്ടപ്പെടുവാൻ നമ്മൾ അനുവദിക്കരുത്. ആമേൻ. അത് ദിവസങ്ങളാകട്ടെ, അത് നമ്മുടെ ആത്മീയ ജീവിതമാകട്ടെ, ഭൗതിക ജീവിതമാകട്ടെ, നമ്മുടെ നന്മകളാകട്ടെ, വാക്തത്വങ്ങളാകട്ടെ, ഒന്നും നമ്മൾ നഷ്ടപ്പെടുവാൻ അനുവദിക്കരുത്. ആമേൻ. പിശാചിൻ്റെ തന്ത്രം ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ നഷ്ടപ്പെട്ടവരായി മാറണം, നമ്മൾ പഴയതുപോലെ അലയുന്നവരായി മാറണം. ആമേൻ. എന്നിട്ട് വേണം അവൻ്റെ ആളുകളെ പറഞ്ഞു വിട്ട് നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, പോട്ടടാ പോട്ടെ, എല്ലാം ശരിയാവും, ഇങ്ങനെയൊക്കെ തന്നെ, ഇതാണ് ലോകമെന്ന്. ഏതാണ് ലോകമെന്ന്? അത് ഈ ലോകത്തിൻ്റെ ലോകമാണ്. നമ്മുടെ ലോകം ഇങ്ങനെയൊന്നുമല്ല. നമ്മുടെ ലോകം ശരിയാകാത്തതിനെ ശരിയാക്കുന്ന ലോകമാണ്. ആമേൻ. നമുക്കൊരു അധിപതിയുള്ളവൻ മരിച്ചതിനെ ഉയർപ്പിക്കുന്നവനാ. നമ്മുടെ ക്രിസ്തു മരിച്ചവന്റെ അടുത്തിരുത്തി നമ്മളെ കരയിപ്പിക്കുന്ന ക്രിസ്തുവല്ല, മരിച്ചവനെ ഉയർപ്പിച്ച് അവനൊപ്പം നമ്മെ സന്തോഷിപ്പിക്കും. ഓ ഷാറാധര. ഹല്ലേലൂയ. അപ്പൊ നോക്കിയേ, പുതിയ ലോകക്രമത്തിൽ ഏറ്റവും ശക്തന്മാരായി ആമേൻ ഇസ്രായേൽ മാറുകയാണ്. ആമേൻ. അപ്പോ പുതിയ ലോകക്രമത്തിൽ ഏറ്റവും ശക്തന്മാരായി മാറുന്നു. പേരുള്ള
പ്രശസ്തിയുള്ള, പണമുള്ള, അധികാരമുള്ള. അതിന് വലിയൊരു കാര്യമുണ്ട്. സ്തോത്രം. നിങ്ങൾ നോബൽ പ്രൈസിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 70% നോബൽ പ്രൈസസ് വാങ്ങിയിട്ടുള്ളത് ആമേൻ യഹൂദന്മാരാണ്. ആമേൻ. കാരണം അവർക്കാണ് ശലോമോന്റെ ജ്ഞാനമുള്ളത്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നെ ജ്ഞാനിയാക്കാൻ വേണ്ടി ജ്യോതിഷ് ബ്രഹ്മിയൊന്നും നിങ്ങൾ കഴിക്കേണ്ട. നിങ്ങൾ വേദപുസ്തകം വായിച്ചാൽ മതി. ശലോമോനെ ലോകത്തിന്റെ മുൻപിൽ ജ്ഞാനിയാക്കി മാറ്റിയ, ലോകത്തിന്റെ നോബൽ സമ്മാനങ്ങളിൽ 70% വാങ്ങുവാൻ തക്കവണ്ണം തൻ്റെ ജനത്തെ ശക്തനാക്കി മാറ്റിയ ഒരു ദൈവമുണ്ട്. പ്രിയ മാതാവേ, പിതാവേ, മക്കൾ പഠിക്കുന്നില്ല, പഠിച്ചിട്ട് തലയ്ക്കകത്ത് കയറുന്നില്ല, കയറുന്നത് ഇരിക്കുന്നില്ല, ഇറങ്ങിപ്പോകുന്നു. ജ്യോതിഷ് ബ്രഹ്മിയുടെ അടപ്പും തപ്പി പോകേണ്ട. കേൾക്ക്, ബൈബിൾ വായിക്ക്, ദൈവസന്നിധിയിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. അവരെ ജ്ഞാനമുള്ളവരാക്കി, അവരെ പരിജ്ഞാനമുള്ളവരാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് താങ്ക് യു ലോർഡ്. സ്തോത്രം. നമ്മളിപ്പോഴും പേരൊക്കെ എഴുതി റെഡിയാക്കി എടുത്തു. ജ്യോതിഷ് ബ്രഹ്മി ഇതാണ് സംഭവം. ഞാൻ എന്തോ ഒരു ഉദ്ദേശം വെച്ച് പറഞ്ഞതാണ്, എനിക്കറിഞ്ഞൂടാ. സ്തോത്രം. അപ്പോൾ സ്തോത്രം, നോക്കിയേ, അവർ ശക്തന്മാരായി മാറി. പുതിയ ലോകക്രമത്തിൽ അവരുടെ വാഗ്ദത്തം അവർ പ്രാപിക്കും. ആമേൻ. ചില തുരപ്പനലി മാന്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ, നിങ്ങൾ ശക്തന്മാരായി മാറി. ആമേൻ. സ്തോത്രം. നിങ്ങൾ പിശാചിന്റെ മണ്ഡലങ്ങളെ ഭരിക്കുവാൻ പോവുകയാണെന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിലും പിശാചിന് മനസ്സിലായി. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. ആമേൻ. നമ്മൾ ട്യൂബ്ലൈറ്റാ പതുക്കെ കത്തത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് കത്താൻ സമയമെടുക്കും, പക്ഷെ പിശാചിന് കത്താൻ 1 സെക്കൻഡ് മതി. ആമേൻ. മോശക്കുഞ്ഞ് ജനിക്കുമെന്ന് അറിയുന്നതിന് മുമ്പേ പരിപാടി അവിടെ തുടങ്ങി. അങ്ങനെ ഒരു ആൺകുഞ്ഞും ഇതിനകത്ത് വേണ്ട. യേശു ജനിക്കുമെന്ന് അറിയുന്നതിന് മുമ്പേ പരിപാടി തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഒരു വാഗ്ദത്തം ജനിച്ച് വളരണ്ട. ആമേൻ. സ്തോത്രം. ആമേൻ. നമ്മൾ വർഷങ്ങൾ കഴിയണം. മോശയ്ക്കൊക്കെ 40 വയസ്സായപ്പോഴാണ് മനസ്സിലായത് ഞാനൊരു വീണ്ടെടുപ്പുകാരനാണ്. 40 വർഷം പിന്നില്ല നമ്മൾ. ആമേൻ. ഹല്ലേലൂയ. അവൻ എന്തുകൊണ്ടാണ് പിശാച് വെല്ലുവിളിക്കുന്നത്? എന്തുകൊണ്ടാണ് പിശാച് ആമേൻ തുരന്ന് കാൽ കീഴിലെ മണ്ണിനെ മാറ്റി നമ്മളെ കുഴിക്കകത്താക്കുവാൻ ശ്രമിക്കുന്നത്? നമ്മിലൂടെ കാലഘട്ടത്തെ ആളുന്നൊരു വാഴ്ചയുണ്ട്. ആമേൻ. പുതിയ ലോകക്രമത്തിൽ പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുന്ന, സഭയാൽ പാതാള ഗോപുരങ്ങൾ ആമേൻ തകർക്കപ്പെടുന്ന പുതിയ ലോകക്രമത്തിൽ എന്നെ കേൾക്കുന്ന സഭയെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി കുഞ്ഞുമക്കളെ, നിങ്ങൾക്കൊരു ആമേൻ പങ്കാളിത്തമുണ്ട്. പുതിയ ലോകക്രമത്തിൽ, ക്രിസ്തു രാജാവായി വരുന്ന ലോകക്രമത്തിൽ പിശാചിനെയും പൈശാചിക വ്യാപാരങ്ങളെയും ദേശത്തിൽ എഴുന്നു നിൽക്കുന്ന പോരുകളെയും ആമേൻ വാഴുവാൻ തക്കവണ്ണം പുതിയ ലോകക്രമത്തിൽ, ദൈവരാജ്യത്തിന്റെ ലോകക്രമത്തിൽ 2025 തുടക്കത്തിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്ന പുതിയ സീസണിൽ നിങ്ങൾക്കൊരു നിങ്ങൾക്ക് മനസ്സിലായില്ല. ആമേൻ. ഇനി നിന്റെ കുടുംബത്തെ വാഴുന്നത് ദേശത്തിലെ വ്യാപാരങ്ങളല്ല. ഇനി നിന്റെ തലമുറകളെ വാഴുന്നത് ദേശത്തിലെ പൈശാചിക മണ്ഡലമല്ല. ഇനി നിന്റെ കുടുംബത്തെ, ഇനി നിന്റെ ഭർത്താവിനെ, ഇനി നിന്റെ തൊഴിലിനെ, ഇനി നിന്റെ മക്കളെ, ഇനി നിന്റെ ഭാവിയെ, ഇനി അവരുടെ വിദ്യാഭ്യാസത്തെ, ഇനി അവരുടെ ഭാവിയെ, ഇനി സഭയെ, ഇനി കുടുംബങ്ങളെ വാഴുന്നത് ദേശത്തിലെ വ്യാപാരമല്ല. ഇനി പിശാചിന്റെ തന്ത്രമല്ല. സൂത്രശാലിയായ ഫെലിസ്ത്യനല്ല. മണ്ണ് തുരക്കുന്ന ഫെലിസ്ത്യനല്ല. കേൾക്ക്, പുതിയ ലോകക്രമത്തിൽ ആമേൻ രാജ്യം വെളിപ്പെടുന്ന ലോകക്രമത്തിൽ, സഭ പാതാള ഗോപുരങ്ങളെ ജയിക്കുന്ന ലോകക്രമത്തിൽ ആമേൻ നിനക്കൊരു സ്ഥാനമുണ്ട്. പ്രിയ മാതാവേ, നിനക്കൊരു സ്ഥാനമുണ്ട്. ദേശത്തിൽ നിനക്കൊരു സ്ഥാനമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, സഭയിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. കുടുംബങ്ങൾക്കകത്ത് നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. കരങ്ങളെ തട്ടി നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. നിനക്കൊരു സ്ഥാനമുണ്ട്. 2025 സീസൺ ആമേൻ നിന്റെ സ്ഥാനത്തെ ഉറപ്പിക്കുന്ന സീസൺ. ആമേൻ. നിന്റെ കരയുന്ന സീസൺ തീർന്നു. നിന്റെ നിലവിളിക്കുന്ന സീസൺ തീർന്നു. സ്തോത്രം. ആമേൻ. മരണത്തിനായി നീ ഓടി ഒളിക്കുന്ന സീസൺ തീർന്നു. കേൾക്ക്, പിശാച് നിന്നെ ഭയപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. 2025 പിശാച് നിന്നെ ഭയപ്പെട്ടു. സഭേ, 2025 പിശാച് നിന്നെ ഭയപ്പെട്ടിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പിശാച് നിന്നെ ഭയപ്പെടുന്നുണ്ട്. ദേശത്തിലെ വ്യാപാരം നിന്നെ ഭയപ്പെടുന്നുണ്ട്. ആ വ്യാപാരത്തെ നീ തകർക്കുവാൻ പോകുക. 2025 ആമേൻ. ആ വ്യാപാരത്തെ നീ തകർത്ത് നിന്റെ അവസരങ്ങളെ നീ മുഴുവൻ പ്രയോജനപ്പെടുത്തുവാൻ പോകുക. ഇത് നിന്റെ അവസരമാ. ഇത് നിന്റെ ചാൻസ്. താങ്ക് യു ലോർഡ്.
താങ്ക് യു ജീസസ്. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കുക. ഇത് നിന്റെ ചാൻസാ, ഇത് നിന്റെ അവസരത്തിന്റെ വർഷമാ. 2025 നിന്റെ ജീവിതം മാറുന്ന വർഷമാ. 2025 നിന്റെ കരിയർ മാറുന്ന വർഷമാ. 2025 നിന്റെ ശുശ്രൂഷ മാറുന്ന വർഷമാ. 2025 നിന്റെ എക്സ്പീരിയൻസ് മാറുന്ന. ഓ രാധാര ശക യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. രാധേനെ ശന്താർഗന യേശുവിൻ നാമത്തിൽ. തിരിച്ചറിയുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥാനം നോക്കണ്ട. ആമേൻ. ഈ പുതിയ ലോകക്രമത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്, നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. ഫെലിസ്ത്യൻ തുരന്ത് കൂട്ടിയെടുത്ത് വീണു പോകുന്ന സ്ഥാനമല്ല. ചില ത്വരപ്പനരിയെ പോലെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ, നിങ്ങളുടെ ശുശ്രൂഷയെ തകർക്കുവാൻ, നിങ്ങളുടെ കൂട്ടായ്മയെ തകർക്കുവാൻ പാത്തിരിക്കുന്ന ചില ഫെലിസ്ത്യ ശക്തികളെ ഓ ശാഖ നീ ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കരുതെന്ന്, നീ ആ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കരുതെന്ന്, നിനക്കൊരു സ്ഥാനം ഉറക്കരുതെന്ന് നീ ഇനി ചിലതിനെ പിടിച്ചെടുക്കരുതെന്ന് പറഞ്ഞു നിന്റെ മനസ്സിനെ മടിപ്പിച്ച് നിന്റെ ദർശനത്തെ പോലും കേട്ടി. ഓ രാധാര പിശാച് ഭയപ്പെടുന്നുണ്ട്, പൈശാചിക മണ്ഡലം ഭയപ്പെടുന്നുണ്ട്. സഹോദരി, പൈശാചിക മണ്ഡലം ഭയപ്പെടുന്നുണ്ട്. അവൻ നിന്റെ സന്തോഷം, ആത്മാക്കൾ വർദ്ധിക്കുന്ന സന്തോഷം 2025 വിശ്വാസത്തോടെ ഏറ്റെടുക്ക്. ഇനിയും വർദ്ധിക്കും. ഓ നിന്റെ റൂമിനകത്ത് സഹോദര, ആ റൂമിനകത്ത് ഓ സ്തോത്രം, ചില ത്വരപ്പനലികൾ ആമേൻ ഹല്ലേലൂയ നീ പുകച്ചു പുറത്ത് ചാടിക്കുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. ചില ത്വരപ്പനലികളെ ഓ റാദരദേനെ അത് തിരിച്ചറിയുന്നവർ, ദൂത് തിരിച്ചറിയുന്നവർ നിന്റെ കാൽ കീഴിലെ മണ്ണ് മാറ്റി നിന്നെ കുഴിക്കകത്താക്കുവാൻ തക്കവണ്ണം ആമേൻ. ആ റൂമിനകത്ത് തന്നെ, ആ റൂമിനകത്ത് തന്നെ ഓ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ചില ത്വരപ്പനലികൾ, നീ കാണാതെ നിന്നെ കാണുന്ന, നീ അറിയാതെ നിന്നെ അറിയുന്ന, നിന്നെ ഒത്തു കേൾക്കുന്ന നിന്റെ ഓ സ്തോത്രം നിന്റെ പ്ലാനിങ്ങുകളെ ഓ അറാധാരാശക നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പോകുന്ന, നീ കുടുംബത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പോകുന്ന, നീ സഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ പോകുന്ന ഓ ഒറ്റുന്നു കേൾക്കുന്ന, ഒറ്റ കേൾക്കുന്ന ചില ത്വരപ്പനലികൾ ആമേൻ പുകച്ചു പുറത്ത് ചാടിക്കപ്പെടുന്ന അഭിഷേകം നിന്റെ മേൽ പകരപ്പെടുക യേശുവിൻ നാമത്തിൽ. ഓ ആമേൻ. മുന്തിരിത്തോട്ടത്തിലെ ആമേൻ സിംഹത്തെ കീറുവാൻ ഓ കൂട്ടായ്മയെ തകർക്കുന്ന, ഓ സ്തോത്രം സഭയുമായുള്ള നിന്റെ ബന്ധത്തെ തകർക്കുന്ന, നിന്റെ ആത്മീയ ജീവിതത്തെ തകർക്കുന്ന, നിന്റെ വിശ്വാസത്തെ ത്യജിച്ച് കളയുമാറാക്കുന്ന ഓ പലപ്പോഴും മൂന്നാമതൊരാൾ പോലെ ഉള്ളിൽ വന്ന് പറയുന്നുണ്ട്, എനിക്ക് സ്ഥാനമില്ല, എന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. ഓ സ്തോത്രം ഞാൻ തള്ളപ്പെട്ടു പോയി. കേൾക്ക് ആമേൻ. പിശാചിന്റെ വാക്ക് കേൾക്കരുത്. നിന്റെ പദ്ധതികൾ അവൻ ചോർത്തുന്നുണ്ട്. നീ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കുന്ന പദ്ധതികൾ അവൻ ചോർത്തുന്നുണ്ട്. യേശുവിൻ നാമത്തിൽ പുതിയ ലോകക്രമത്തിൽ നിന്റെ സ്ഥാനത്തെ ഫെലിസ്ത്യൻ ഭയപ്പെടുന്നുണ്ട്. ഇസ്രായേലിന്റെ പുതിയ ലോകക്രമത്തിൽ ഇസ്രായേലിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ട ഫെലിസ്ത്യൻ ഓ സ്തോത്രം കുഴി കുഴിച്ചതുപോലെ, തുരങ്കമുണ്ടാക്കിയതുപോലെ തുരങ്കമുണ്ടാക്കുന്ന ഓ രാധാരാശക ആ സിംഹം കീറപ്പെടുക, ആ സിംഹം കീറപ്പെടുക. ഓടരുത്. പേടിച്ചോടുവാൻ നിൽക്കുന്നവർ വിളിച്ചു പറയേ, ഞാൻ ഓടത്തില്ല. ആമേൻ. ആ സിംഹത്തെ ഞാൻ വിടത്തില്ല. ആ സിംഹമിന് തിന്മയിലില്ല, ആ സിംഹമിന് തിന്മയിലില്ല. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. കലഹമുണ്ടാക്കുന്ന സിംഹമിന് തിന്മയിലില്ല, കലക്കമുണ്ടാക്കുന്ന സിംഹമിന് തിന്മയിലില്ല. യേശുവിൻ നാമത്തിൽ ഇന്ന് സഭ പ്രാർത്ഥിച്ചാട്ടെ. ആ സിംഹം കീറപ്പെടുവാൻ പോകുക. നിന്റെ കരം കൊണ്ട് നിന്റെ നേരെ പാഞ്ഞു വന്ന സിംഹം, ഓ നിന്റെ നേരെ ഗർജിച്ച സിംഹം, നിന്റെ ഭയപ്പെടുത്തിയ സിംഹം, നിന്റെ യാത്രയെ മുടക്കിയ സിംഹം ഓ ഓ യെസ് താങ്ക് യു ലോർഡ്. ആ ശക്തി പകരപ്പെടുക. സിംഹത്തെ കീറുന്ന ശക്തി. അയ്യോ ആട്ടിൻകുട്ടിയല്ല, അയ്യോ മാൻകുട്ടിയല്ല, സിംഹമാ. ആമേൻ. നിന്നെ കടിച്ചു കീറുമെന്ന് വെല്ലുവിളിച്ചത് സിംഹമാ. കീറിക്കളയുവാൻ ഈ ശക്തി പോരാ. ആ കീറിക്കളയുവാൻ ഈ ശക്തി പോരാ. ഓ ഓ യേശുവിൻ നാമത്തിൽ ആമേൻ. കാണ്, മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്ന സിംഹത്തെ കാണ്. ആമേൻ. നിന്നെ ഭയപ്പെടുത്തി ഓടിച്ച ഗർജനം കൊണ്ട് നിന്നെ ഓ
Oh, Sharidhara. Thank you, Lord. Amen, amen. Hallelujah. ഉച്ചത്തിൽ അന്യഭാഷകളിലൂടെ ശക്തി പ്രാപിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ ദൈവത്തോട് സംസാരിക്കുക. ഓ, അന്യഭാഷകൾ ദൈവത്തോട് സംസാരിക്കുക. അഭിഷേകത്താൽ നിറയുവാൻ തക്കവണ്ണം ശരീരങ്ങളെ വിട്ടുകൊടുക്കുക. ആമേൻ. ഇനി ആ സിംഹം നിന്റെ നേരെ എന്നല്ല, തിമ്നയിൽ ഇനി ആ സിംഹമില്ല. ഓ, താങ്ക് യു ലോർഡ്. തിമ്നയിൽ ഇനി ആ സിംഹമില്ല, ഇനി ആലയത്തിൽ ആ സിംഹമില്ല, ഇനി നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ആ സിംഹമില്ല, ഇനി നിന്റെ ഭവനത്തിനകത്ത് ആ സിംഹമില്ല. ഇന്നത് കീറപ്പെടുക. ഇന്ന് ആ സിംഹത്തിനെ കീറാതെ ഇതിനകത്തൊന്നും ഒരൊറ്റയെണ്ണം പുറത്തു പോകരുത്. ആമേൻ. യേശുവിൻ നാമത്തിൽ ആ സിംഹത്തെ കീറാതെ നിനക്കൊരു നീ അന്വേഷിച്ച അവസരം വന്നെത്തിയിരിക്കുക. നീ കാത്തിരുന്ന അവസരം, ഹല്ലേലൂയ, നീ കൊതിച്ച അവസരം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഓ, യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഓ, സ്തോത്രം. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ആമേൻ. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആ സിംഹത്തെ തിരിച്ചറിയുന്നവർ, ആമേൻ, ഉയരത്തിലേക്ക് കരങ്ങൾ ഉയർത്തിയാട്ടെ. യേശുവേ, 2025 ഇവർ കാത്തിരുന്ന അവസരങ്ങളുടേതായി മാറുവാൻ തക്കവണ്ണം ആത്മാവിപ്പോൾ ശക്തിയോടെ വിശ്വസിക്കുന്നവരുടെ മേൽ വരട്ടെ. ആ സിംഹത്തെ കീറുവാൻ തക്കവണ്ണം റിസീവ് ഇറ്റ്. യെസ്, യേശുവിൻ നാമത്തിൽ ആ സിംഹം കീറപ്പെടുക. ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അകത്തും പുറത്തും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അലറി വരുന്ന സിംഹത്തിനും ഒരു ഭയന്നു നിൽക്കുന്നവ ഇന്ന് പകൽ ശക്തരായി മാറട്ടെ. ഇവർ അന്വേഷിച്ച അവസരം ഇവർക്കങ്ങ് നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ആർക്കും തിരിച്ചറിയുവാൻ കഴിയാത്ത അവസരം, ഓ, കഷ്ടതയുടെ കാരണങ്ങളിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ ഉദ്ദേശം. ഹല്ലേലൂയ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ 2025 വാഗ്ദത്തമായി അടിയൻ അവകാശം പറയുന്ന കർത്താവേ, ഇവരുടെ വാഗ്ദത്തത്തിന്റെ വർഷമായി 2025 മാറട്ടെ. ഇവരുടെ അവകാശ വർഷമായി 2025 മാറട്ടെ. സഭയുടെ അനുഗ്രഹ വർഷമായി 2025 മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഒരുമിച്ച് കരങ്ങളെ തട്ടി നമുക്ക് നല്ല കർത്താവിനെ സ്തുതിക്കാം. സ്തോത്ര കാഴ്ചയുടെ സമയമാണ്. കൊയർ മുൻപോട്ട് കടന്നു വന്ന് പാട്ടുപാടി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തി നമുക്ക് ഒരുമിച്ച് ആരും മൗനമായി നിൽക്കരുതേ. കരങ്ങളെ അടിച്ച് അന്യഭാഷകളിൽ ആരാധിച്ചുകൊണ്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തി കീറേണ്ടതിന് കീറുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.